بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى. السلام عليكم ورحمة الله. الحمد لله الواحد القهار العزيز الغفار غافر الذنب وقابل التوب شديد العقاب ذي الطول نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മാന്യ സഹോദരന്മാരെ, വളരെ ഗഹനമായ ഒരു വിഷയമാണ്. വളരെ കാലമായി മുസ്ലിം ലോകം ചർച്ച ചെയ്യുന്ന, അതല്ലെങ്കിൽ ശാസ്ത്രീയ ലോകം വളരെ കൗതുകപൂർവം നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംക്ഷിപ്തമായി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. സാധാരണ ഖുർആനും ശാസ്ത്രവും എന്നാണ് നമ്മൾ ടൈറ്റിൽ പറയാറ്. ആ ടൈറ്റിൽ ഒരല്പം വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഞാനിവിടെ ഇതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. സയൻസ് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് ഹോളി ഖുർആൻ. ശാസ്ത്രം ഒരു വിശുദ്ധ ഖുർആൻ്റെ പരിപ്രേക്ഷ്യത്തിൽ എന്ന രൂപത്തിൽ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ച് കൊടുക്കാൻ കാരണം, കുറച്ചു കാലമായി പല ശാസ്ത്രീയ സത്യങ്ങളും അത് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾക്കനുസൃതമാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ രംഗത്ത് പഠനവുമായി മുന്നേറുന്നവരുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആനും ഒരുമിച്ച് പഠനം നടത്തുന്നവരുണ്ട്. പക്ഷെ പലപ്പോഴും ചിലരെങ്കിലും വിശുദ്ധ ഖുർആനെ ശാസ്ത്രീയ സത്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ആ വ്യാഖ്യാനത്തിനപ്പുറം ഒരു ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അതിനൊരു മറ്റൊരു വ്യാഖ്യാനം നൽകേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ്റെ അതിൻ്റേതായ അർത്ഥം കൃത്യമായി പറയുകയും സലഫുകൾ അതിന് കൊടുത്ത വ്യാഖ്യാനങ്ങളെ ആധാരമാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ശാസ്ത്രത്തെ നോക്കിക്കാണാൻ സാധിക്കും എന്ന ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. അതേസമയം വിശുദ്ധ ഖുർആൻ മാനവർക്കൊരു മാർഗദർശകമാണ്. ഹുദൽ ലിന്നാസി വ ബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് തന്നെ അതൊരു ഫുർഖാനായിട്ടാണ്. സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഒരു ക്രൈറ്റീരിയയാണ്, സത്യാസത്യ വിവേചകമായിട്ടാണ്
അതൊരു മാർഗദർശകമായിട്ടാണ് വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞു, തൻസീലുൽ കിതാബ് ലാ റൈബ ഫീ മിർ റബ്ബിൽ ആലമീൻ. അത് ഖുർആൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇതൊരു ദൈവിക ഗ്രന്ഥമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് നേര്. അപ്പോൾ ഖുർആൻ അവകാശപ്പെടുന്നു അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു വചനം അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമായി ഖുർആനെ തന്നെ പരിചയപ്പെടുന്നു. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതൊരു ദൃഷ്ടാന്തമായി നിലനിൽക്കുന്നു മനുഷ്യരുടെ മുമ്പിൽ. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായി നിലനിൽക്കുന്നു. ഓരോ പ്രവാചകന്മാർക്കും അതത് കാലത്തെ അവരുടെ ജനങ്ങൾക്കനുസരിച്ച് ഒരു അത്ഭുതകരമായ മനുഷ്യൻ്റെ കഴിവിനപ്പുറമായ ഒരു വെളിപാട് അല്ലെങ്കിൽ മുഅ്ജിസത്തുകൾ, അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ കാണിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വടി നൽകി. ആ ലോകത്തുള്ള മുഴുവൻ സാഹിറുകളെയും, മുഴുവൻ മാന്ത്രിക വിദ്യ പഠിച്ച ആളുകളെ മുഴുവനും അന്ന് ഫറോവ രാജാവ് വിളിച്ചുകൂട്ടിയിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ മാന്ത്രിക വിദ്യകൾ ഉപയോഗിക്കുന്ന ആളുകളെയും വിളിച്ചു വരുത്തി അവർക്ക് മുമ്പിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വടിയിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും അത് പാമ്പായി ഈ മുഴുവൻ പാമ്പുകളെയും, ഈ സാഹിര്യങ്ങളുടെ മുഴുവൻ പാമ്പുകളെയും അത് വിഴുങ്ങുന്ന കാഴ്ച കണ്ടപ്പോൾ മുഴുവൻ സാഹിറുകളും എന്ത് ചെയ്തു? ആ സാഹിര്യങ്ങളൊക്കെ അള്ളാഹുവിന് സുജൂദ് ചെയ്തു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാർഗത്തിൽ അവർ വന്നു. അപ്പോൾ അവിടെ മനസ്സിലാക്കാനുള്ളൊരു പോയിന്റ്, ഈ സാഹിര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ബോധ്യമുണ്ട് ഈ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈ കാണിക്കുന്നത് അത് കേവലം ജാലവിദ്യയല്ല എന്നുള്ളത്. അപ്പോൾ കേവലം ജാലവിദ്യയല്ല എന്ന് ബോധ്യപ്പെടുന്ന ഈ സാഹിര്യങ്ങളൊക്കെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കാൻ അവർ തയ്യാറായി. അപ്പം ഇന്ന് യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്ന് പറഞ്ഞ് ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണ് ദൈവനിഷേധികളായി പലപ്പോഴും വരുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകളൊക്കെ വിശുദ്ധ ഖുർആൻ്റെ ആ സത്യത ബോധ്യപ്പെടുകയും അതിൻ്റെ ആ മനോഹാരിത ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിലും അവർ പലപ്പോഴും വിശുദ്ധ ഖുർആൻ്റെ പരാമർശങ്ങളെ വളരെ നന്നായി പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഖുർആൻ്റെ വെല്ലുവിളി, വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയാണെന്ത്? ഫഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. അപ്പം ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തുന്നത്, ഇതിന് സമാനമായ ഒന്ന് കൊണ്ടുവരാനുള്ള വിശുദ്ധ ഖുർആൻ്റെ വെല്ലുവിളി ഇതുവരെ ആർക്കും ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല, അത് സാധിക്കുകയുമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുൻ നാറല്ലതി വഖൂദുഹൻ നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. അപ്പോൾ ഒരിക്കലും തന്നെ ആർക്കും ലോകാവസാനം വരെയുള്ള ആർക്കും തന്നെ ഏറ്റെടുക്കാൻ സാധ്യമല്ലാത്ത ഒരു വെല്ലുവിളിയാണ് വാസ്തവത്തിൽ വിശുദ്ധ ഖുർആൻ നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വചനങ്ങളാണ് എന്നതിനുള്ള പ്രൂഫുകൾ അത് ഒരു വിശ്വാസിയല്ലാത്ത ആളെ എങ്ങനെ തെര്യപ്പെടുത്താൻ സാധിക്കും? വിശുദ്ധ ഖുർആനിലുടനീളം അങ്ങനെയുള്ള തെളിവുകൾ കാണാൻ സാധിക്കും. നമ്മൾ വിശുദ്ധ ഖുർആനിലുള്ള ശാസ്ത്രീയമായ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറേ ആയത്തുകൾ കാണുമ്പോൾ ഈ ആയത്തുകൾ നമ്മൾ വാസ്തവത്തിൽ ഈ വിശുദ്ധ ഖുർആൻ്റെ ഒഥൻറ്റിസിറ്റി, അതിൻ്റെ ആധികാരികത ആളുകൾക്ക് ബോധ്യപ്പെടുത്താനാണ് ഈ ആയത്തുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നതിനുള്ള തെളിവുകൾ എന്താണ് എന്നത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സനുരീഹിം ആയാതുന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം. അപ്പോൾ തീർച്ചയായും ആ പ്രയോഗം എങ്ങനെയാണ്? തീർച്ചയായും അവരുടെ നഫ്സുകളിൽ, സ്വന്തം ശരീരത്തിലും അതുപോലെ ആഫാഖിലും. അപ്പോൾ ആ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്.
നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ അവർക്ക് മതിയായതല്ലെന്ന്. ഈ ആയത്ത് വളരെ ഗഹനമായ ഒരു ആയത്താണ്. എന്ന് പറഞ്ഞാൽ സനുരീഹിം ആയാതുന എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഈ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്ന. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എപ്പോഴും നമ്മൾ സയൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പുതിയൊരു കൺസെപ്റ്റ് വരുമ്പോൾ, പുതിയൊരു തിയറി അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റായിട്ട് വരുമ്പോൾ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അതിനും എന്താണ്, അതൊരിക്കലും വൈരുദ്ധ്യമായൊരു നിലപാട് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധ്യമല്ല. അപ്പം ഇത് വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഹ്വാനമാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനെയും നിരന്തരം പഠിക്കുകയും ശാസ്ത്രീയ സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അത് വിശുദ്ധ ഖുർആന്റെ ഒതന്റിസിറ്റി കൂടുതൽ വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ബോധ്യപ്പെടാനുള്ള ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. സനുരീഹിം ആയാതുന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത് ഞാനിതിനൊക്കെ സാക്ഷിയാണ്, നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ നിങ്ങൾക്ക് മതിയാവുന്നതല്ലേ, അതിലപ്പുറം ഒന്നും വേണ്ടല്ലോ. എന്നിട്ട് പറയുന്നത് ഈ ചുറ്റുപാടുള്ളതും നിങ്ങളുടെ ശരീരം തന്നെയും എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അപ്പം അത് നമ്മൾ ഈ പലപ്പോഴും ചില ആളുകൾ ഈ ശാസ്ത്രീയ സൂചനകളും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ടതുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇതിനുള്ള മറുപടിയാണ് വാസ്തവത്തിലിത്. തുടർച്ചയായി ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, തീർച്ചയായും അത് കാണിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇവിടെയും പറഞ്ഞുകൊണ്ട് തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപകലുകൾ മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അപ്പോൾ ഉലുൽ അൽബാബ്, നല്ല ബുദ്ധിയുള്ള സൽബുദ്ധി, ആ ശരിക്കുള്ള പ്രോപ്പർ ലൈനിൽ ആലോചിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലൊക്കെ തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്. അത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ തീർച്ചയായും, അതുപോലെ പകലുകൾ മാറി മാറി വരുന്നതിലൊക്കെ ഇവർക്കൊക്കെ തീർച്ചയായും ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് അടുത്ത ആയത്ത് എന്താണ്? الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അപ്പോൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവെ ഓർമ്മിക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്രേ അത്. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന, നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രപഞ്ച സത്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ഓരോ ചിന്തയും അവരെ എത്തിക്കുന്നത് ഇങ്ങനെയുള്ളൊരു സൃഷ്ടാവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. ഈ കാണുന്ന കൊച്ചു ഭൂമിയും ഒരുപാട് ഗ്രഹങ്ങളും ഈ കാണുന്ന നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളും ഗാലക്സികളും ക്ലസ്റ്ററുകളും ഇങ്ങനെ ഇതിൻ്റെ വിവിധ തലങ്ങളിലുള്ള മാക്രോ യൂണിവേഴ്സിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ ബോധ്യപ്പെടുകയാണെന്ന് ഇങ്ങനെയൊരു സൃഷ്ടാവ് ഈ ഒരു പ്രപഞ്ചമഖിലവും വൃഥാ സൃഷ്ടിച്ചതല്ല. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, ഒരിക്കലും ഇത് വൃഥാ സൃഷ്ടിച്ചതല്ല, ഇതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൂടുതൽ വിനയാന്വിതനായി മടങ്ങുന്ന ഒരു വിശ്വാസി. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് ഉലുൽ അൽബാബ്. അവരാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ സൽബുദ്ധിയുള്ള ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചോദ്യങ്ങൾ. ഞാനിത് പറയാൻ കാരണം ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ശാസ്ത്രീയ സത്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ് അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലൽ സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത്. ഇതൊക്കെ ഈ ചോദ്യങ്ങൾ എന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായും അവൻ്റെ ചിന്തയെ തൊട്ടുണർത്തുകയും ഇതുമൂലം ഇതിൻ്റെയൊക്കെ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ബോധ്യം വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ മനുഷ്യനോട് ചിന്തിക്കാനാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. അതേസമയം പറഞ്ഞു വന്നത് ഇനി ചിന്തിക്കാത്ത ആളുകൾ, ബഹുഭൂരിഭാഗം ആളുകളും ഈ സത്യങ്ങളൊക്കെ അവരുടെ മുമ്പിലുണ്ടെങ്കിലും അവരുടെ ശരീരത്തെക്കുറിച്ച് അവർക്കറിയാം. ഇതിൽ നടക്കുന്ന ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകളെ കുറിച്ചൊക്കെ അറിയാവുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യന്മാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഈ കാണുന്ന ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒന്ന് മലർന്ന് കടന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു വന്നത്
വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. നല്ല ബുദ്ധിയുള്ള ആളുകൾ, വളരെ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു എലൈറ്റ് ഗ്രൂപ്പ് ഈ ലോകത്തുണ്ട്. അതുപോലെയോ ലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കൃത്യമായ കണ്ണുണ്ട്, സാധാരണ കാഴ്ചകളൊക്കെ അവർ കാണുന്നുണ്ട്, പക്ഷേ ശരിയായ രൂപത്തിൽ അവർ കാണുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, പക്ഷെ അവർ കൃത്യമായ രൂപത്തിൽ അവർ കേൾക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളാണ് പറഞ്ഞത് ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, അവർ കന്നുകാലികളെക്കാളും അധപതിച്ചവരാണ്. കന്നുകാലികൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, അവരത് അവർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അതിനേക്കാളും അബദ്ധമാണ് അങ്ങനെയുള്ള ആളുകൾ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ. ബഹുഭൂരിഭാഗം ആളുകളുടെയും ഒരു പിക്ചറാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഒരുപാട് ചിന്തിക്കാൻ ആഹ്വാനം ചെയ്ത സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടും, ഇതൊക്കെ മുന്നിലുണ്ടായിട്ടും ചിന്തിക്കാത്ത ബഹുഭൂരിഭാഗം ആളുകളെ കുറിച്ചാണെന്ത് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ വിശുദ്ധ ഖുർആനെക്കുറിച്ചും അതുപോലെ സയൻസിനെ കുറിച്ചും ഒരുമിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഓരോ പോയിന്റും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പല സത്യങ്ങളിലേക്കും വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചനകൾ, അതിൻ്റെ പ്രിസിഷൻ, അതിലുപയോഗിക്കുന്ന വാക്കുകളുടെ കൃത്യത നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊരു മനുഷ്യൻ്റെ കരങ്ങളിൽ യാതൊരു സാധ്യതയില്ല, അതൊരു സൃഷ്ടാവിന് മാത്രം പറയാൻ സാധിക്കുന്ന വചനങ്ങളാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഉദാഹരണമായി ഒരു മനുഷ്യൻ്റെ ഭ്രൂണം രൂപപ്പെട്ട് ഒരു മനുഷ്യ കുഞ്ഞ് രൂപപ്പെടുന്നതിനെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആൻ്റെ പരാമർശങ്ങൾ എടുത്തു നോക്കിയാൽ അതിൻ്റെയൊക്കെ നമുക്ക് വരാം. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ പറയുന്ന പദങ്ങളൊക്കെ കൃത്യമായി വളരെ അക്യുറേറ്റ് ആണ്, വളരെ പ്രിസൈസ് ആണ്. ഉദാഹരണമായി ഈ നുത്ഫത്തുൻ അംഷാജ് എന്ന് പറഞ്ഞു, ഈ കൂടിച്ചേർന്ന ബീജത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ശാസ്ത്രീയ ലോകത്ത് വളരെ അടുത്ത കാലത്ത് മാത്രമാണ് എംബ്രിയോളജിയിൽ ഇത്രയും അധികം വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത്. അതുവരെ മുമ്പത്തെ പഴയകാല സങ്കല്പ പ്രകാരം ഒരു പുരുഷ ബീജത്തിൽ നിന്നാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. ആ പുരുഷ ബീജം ഏതാണ്ട് ഒരു മിനിയേച്ചർ ഓഫ് എ ചൈൽഡ്, ഒരു ചെറിയൊരു കുട്ടിയുടെ ഒരു മിനിയേച്ചർ രൂപമാണ്. അത് കേവലം ഒരു ഗർഭാശയത്തിൽ, ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ പോയി വളരുന്നു എന്നേയുള്ളൂ എന്നുള്ളൊരു അബദ്ധ സങ്കല്പമായിരുന്നു ശാസ്ത്രലോകത്ത് മുമ്പ് നിലനിന്നിരുന്നത്. പക്ഷേ അത് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്തും മുതലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ ആ രൂപത്തിലായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്ന് കൃത്യമായി പറഞ്ഞു. അപ്പോൾ നുത്ഫത്തുൻ അംഷാജുൻ എന്നുള്ള പ്രയോഗം കൂടിച്ചേർന്ന ബീജമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ജൂതൻ വന്ന് ചോദിച്ചല്ലോ, ഈ കുഞ്ഞുണ്ടാകിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി കൃത്യമായി വിശദീകരിച്ചു കൊടുത്തത് അത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുള്ള ഒരു സംയുക്തമായി ഉള്ള ഒരു ബേസാണ് ഈ ബീജം എന്നുള്ളത് രൂപത്തിൽ ഈ നുത്ഫത്തുൻ അംഷാജിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് അതുപോലെ വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച്, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ, ഇതിൽ പറയുന്ന ആ പ്രോസസ്സ്, അതിൻ്റെ ഓർഡർ പലപ്പോഴും വളരെ പെർഫെക്റ്റാണ്. ഉദാഹരണമായി റെയിൻ ക്ലൗഡ്, ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദമായ സ്ലൈഡ്സ് ഉണ്ട് ഇൻഷാ അല്ലാ. എങ്ങനെയാണ് മഴ രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയുന്ന ആ പ്രോസസ്സ് 1, 2, 3 എന്ന് പറയുന്നത് ഇന്ന് സയൻസ് വളരെ ലേറ്റസ്റ്റായി ഇപ്പോൾ കണ്ടുപിടിച്ച ശാസ്ത്രീയ സത്യങ്ങളുമായി എക്സാക്ട്ലി ഇൻ ദ സെയിം ഓർഡർ, അതുപോലെ ശരിയായ അതേ ഓർഡറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഹ്യൂമൻ എംബ്രിയോ, ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ ജനനമാണെങ്കിലും അല്ലെങ്കിൽ ഒരു മഴ വർഷിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിൽ കാണുന്ന ഓർഡർ അതേ ഓർഡറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അന്ന് ആ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച ദൈവിക ഗ്രന്ഥമാണ് എന്നത് ഒന്നുകൂടി ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ മനുഷ്യകരങ്ങൾ ഇതിന് യാതൊരു നിലക്കുള്ള ഇടപെടലും ഇല്ല, ഇത് രക്ഷിതാവിങ്കിൽ നിന്നും വന്നതാണ് എന്നതിനുള്ള ഒതൻറ്റിസിറ്റി പ്രൂവ് ചെയ്യുന്ന പോയിന്റ്സാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഒരു കാലത്തും അൾട്ടിമേറ്റ്ലി പ്രൂവ് ചെയ്ത കൃത്യമായ തെളിവോടുകൂടി തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ സത്യങ്ങൾ ഒരിക്കലും തന്നെ വിശുദ്ധ ഖുർആനുമായി കോൺട്രഡിക്ഷൻ ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു വൈരുദ്ധ്യവും വാസ്തവത്തിൽ വിശുദ്ധ ഖുർആനും യഥാർത്ഥത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ശാസ്ത്രീയമായ സത്യങ്ങളുമായി ഉണ്ടാവുക ഒരിക്കലും സാധ്യമല്ല, അത് തെളിയിക്കാൻ കഴിയുകയില്ല. മാത്രമല്ല അതുപോലെ ഇപ്പോൾ അതിനൊരു മറ്റൊന്നാണെന്ത്, ഈ സൂര്യനെ കുറിച്ച് പറഞ്ഞു. സൂര്യനും ചലിക്കുന്നു. ഇപ്പോൾ മുമ്പത്തെ കൺസെപ്റ്റ് പ്രകാരം സോളാർ സിസ്റ്റത്തിലെ സെൻറ്റർ ആയിട്ടുള്ള സൂര്യൻ,
അപ്പോൾ ഈ സൂര്യൻ സെൻറ്റർ ആയിട്ടുള്ള കൺസെപ്റ്റ് വിശുദ്ധ ഖുർആനിൽ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഭൂമി സെൻറ്ററായി പറഞ്ഞൊരു കാലം മുമ്പ് മധ്യകാല യൂറോപ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡാർക്ക് ഏജിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും വിശുദ്ധ ഖുർആൻ നൂതനമായ വിശുദ്ധ ഖുർആൻ്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവും. അതുപോലെ സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഈ അടുത്ത് വന്നു. അപ്പോഴും എന്താണ്, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ചലിക്കുന്നു എന്നുള്ള കൃത്യമായ ആയത്ത് കൊണ്ട് നമുക്ക് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കും. സൂര്യനും അതിൻ്റേതായിട്ടുള്ള ചലനം ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് കാലത്തും ഒരു നൂതനമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു എന്നത് വിശുദ്ധ ഖുർആൻ്റെ ആധികാരികതയുടെ ഒരു തെളിവാണ്. ഒരിക്കലും തന്നെ വിശുദ്ധ ഖുർആനിലെ കൺസെപ്റ്റ് നമ്മൾ കാലഹരണപ്പെട്ടു പോവുക എന്ന് നമുക്ക് ഉണ്ടാകാൻ കഴിയില്ല. അപ്പോൾ ഉദാഹരണമായി, ഇപ്പോൾ എല്ലാ വസ്തുക്കളിലും പെയറുകളുണ്ട്, ഇണകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ്റെ സൂചന. അപ്പോൾ ഈ സൂചന വെച്ച് പല ആളുകളും പറഞ്ഞു എന്തല്ല, പെയറല്ലാത്തതും ഉണ്ട്, എല്ലാം പെയറല്ല എന്ന് പറഞ്ഞവരും പിന്നീട് എന്ത് ചെയ്തു, തിരുത്തിയല്ല, എല്ലാം ഇണകളാണ്. പോസിറ്റീവും നെഗറ്റീവും തുടങ്ങിയിട്ടുള്ള ഇണകളെക്കുറിച്ച്, പെയറുകളെക്കുറിച്ചുള്ള പഠനങ്ങളിലൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന പല പഠനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെയറുകളുണ്ട് എന്നത് അതൊരു സത്യമാണ് എന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ ഒരിക്കലും തന്നെ വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വന്നിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കൈകടത്തലുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണെന്ത്, ആ കാലഘട്ടത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ ആളുകൾ വിശ്വസിച്ചിരുന്ന ആ വിശ്വാസം യഥാർത്ഥത്തിൽ ഇതിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും സ്വാധീനിച്ചിട്ടില്ല എന്നത് തീർച്ചയായും വിശുദ്ധ ഖുർആൻ്റെ ഒരു അമാനുഷികതയാണ്. ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെയുള്ള അബദ്ധമായ സയൻറ്റിഫിക് കൺസെപ്റ്റ്സ് നാം പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ടോളമിയുടെയൊക്കെ കൺസെപ്റ്റ്, ഭൂമി ആണ് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഫാൾസ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒരിക്കലും തന്നെ എന്തല്ല, ഈ വിശുദ്ധ ഖുർആനിൽ അതിനുള്ള തെളിവ് കാണാൻ സാധിക്കില്ല. അപ്പോൾ സയൻസ് ഞാൻ പറഞ്ഞു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ സത്യങ്ങൾക്കൊരിക്കലും തന്നെ വിശുദ്ധ ഖുർആൻ എതിരാവില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും തന്നെ കറക്ഷൻ്റെ ആവശ്യമില്ല. അതുപോലെ മറ്റൊരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, വിശുദ്ധ ഖുർആനെ ഒരിക്കലും തന്നെ വ്യാഖ്യാനിക്കേണ്ടതില്ല, സയൻസിനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ്റെ ആയത്തിന് അനുകൂലമായിക്കൊണ്ട്. അപ്പോൾ ഓരോ പോയിന്റിലും വിശുദ്ധ ഖുർആനിൽ കാണുന്ന ഓരോ ശാസ്ത്രീയ സൂചനകളെയും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശുദ്ധ ഖുർആൻ്റെ ഒഥൻറ്റിസിറ്റി ബോധ്യപ്പെടും, അതിൻ്റെ ആധികാരികത ബോധ്യപ്പെടും. ഈ ആധികാരികത ബോധ്യപ്പെടുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അവനെ കൂടുതൽ ഭയന്നുകൊണ്ട് ജീവിതം മുഴുവനും ശുദ്ധമാക്കാനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്നതാണ്. ഇപ്പം നമുക്കറിയാം, ഡാർക്ക് ഏജ് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇരുണ്ട യുഗം എന്നറിയപ്പെട്ടിരുന്ന 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള ഈ സമയം വാസ്തവത്തിൽ ഇസ്ലാമിക ലോകത്ത് ശാസ്ത്രീയമായ ഒരു വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അത് ഒരു ഗോൾഡൻ ഏജ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഈ ശാസ്ത്രീയ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആ പീരീഡ് ഉണ്ടായിരുന്നതൊക്കെ അവരൊക്കെ വിശുദ്ധ ഖുർആൻ കൊണ്ട് മോട്ടിവേഷൻ ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ ആഹ്വാനങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ട് അവർ മുന്നോട്ട് വരികയും പഠനങ്ങളിലേക്ക് മുന്നോട്ട് വരികയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഉദാഹരണമുണ്ട്, ഞാനതിലേക്ക് പോവല്ല. അപ്പോൾ ഒന്ന് ഇബ്നുൽ ഹൈത്തമിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചാൽ അദ്ദേഹം വാസ്തവത്തിൽ ഈ ലോകത്തെ ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആളാണ് ഇബ്നുൽ ഹൈത്തം. അപ്പോൾ ഈ ബേസിക് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സിനൊക്കെ അതിൻ്റെ അടിസ്ഥാനം പാകിയത് വാസ്തവത്തിൽ ഇബ്നുൽ ഹൈത്തമാണ് എന്ന് യൂറോപ്യൻസ് പോലും അംഗീകരിക്കുന്ന സത്യമാണ്. അതുപോലെ മുഹമ്മദ് ബിൻ മൂസ അൽ ഖാരിസ്മി ആൾജിബ്രയുടെ ബേസ് ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. ഇബ്നു മുആദ് അൽ ജയ്യാനി ട്രിഗ്നോമെട്രിയുടെ ബേസ് അദ്ദേഹമാണ് ഉണ്ടാക്കിയത്. ജാബിർ ബിൻ ഹയ്യാൻ അദ്ദേഹമാണ് ഫാദർ ഓഫ് കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജാബിർ ബിൻ ഹയ്യാൻ. അൽ ഹസൻ ഒപ്റ്റിക്സും അതുപോലെ എക്സ്പെരിമെൻ്റൽ ഫിസിക്സിനും അടിസ്ഥാന പാകിയത് അൽ ഹസൻ എന്ന് പറഞ്ഞ ആളാണ്. തിയററ്റിക്കൽ ഫിസിക്സിനൊക്കെ ഉള്ള ബേസ് പാകിയത് അദ്ദേഹമാണ്. ഇബ്നു സീന വളരെ ഫേമസ് ആണ്, ഏറ്റവും വലിയൊരു ഫിസിഷ്യനായി അറിയപ്പെടുന്ന ഖാനൂൻ ഫി തിബ് എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത ഗ്രന്ഥം ഏതാണ്ട് 700 വർഷത്തിലധികം യൂറോപ്യൻസ് ഇതൊരു ടെക്സ്റ്റ് ബുക്കായി സ്വീകരിച്ചിരുന്നു എന്നുകൂടി അറിയുമ്പോൾ ആ അടിസ്ഥാനപരമായ ഈ ഒരു ഏറ്റവും വലിയൊരു ഫിസിഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എഴുതിയ ഈ പുസ്തകം വളരെ ഫേമസ് ആണ്.
അതേസമയം ഇതേ സമയത്തുള്ള യൂറോപ്പിൻ്റെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1548 ടോളമിയുടെ നമുക്കൊക്കെ അറിയാവുന്ന പ്രസിദ്ധമായ ഈ ലോകത്തിൻ്റെ മുഴുവനും കേന്ദ്രം ഭൂമിയാണ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ യൂറോപ്പിന് ഒരു ഡാർക്ക് ഏജായി വിശേഷിക്കപ്പെടുന്ന സമയമാണ്. 1593 മാത്രമാണ് കോപ്പർനിക്കസിൻ്റെ പുതിയ സിദ്ധാന്തം വന്നത്. അതല്ല, സൂര്യനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ആ സൺ സെൻറ്റേഡ് കൺസെപ്റ്റ് വന്നത് കോപ്പർനിക്കസ് കൊണ്ടുവന്നത് 1593. എന്നിട്ട് സംഭവിച്ചത് എന്താണ്? ജിയോർഡാന ബ്രൂണോ, നമുക്കൊക്കെ അറിയാവുന്നതാണ് ബ്രൂണോ എന്ത് ചെയ്തു? ഈ കോപ്പർനിക്കൻ തിയറി ഏറ്റെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയ ബ്രൂണോയെ ആ ചർച്ച് വിളിച്ചു. ചർച്ചിൻ്റെ കീഴിൽ നടക്കുന്ന ഇൻക്വിസിഷൻ, വളരെ പേര് കേട്ട ഇൻക്വിസിഷൻ കോടതി ഈ ബ്രൂണോയെ വിളിച്ചു വരുത്തിക്കൊണ്ട് കോടതിയിൽ ചോദിച്ചു, എന്ത് അല്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സെൻറ്റർ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് സൂര്യനാണ്. കോപ്പർനിക്കസിൻ്റെ തിയറിയാണ് ശരി എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അപ്പോൾ അതല്ല, ദൈവിക ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് ഭൂമിയാണ് സെൻറ്റർ എന്നുള്ളത്, അത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രൂണോ പറഞ്ഞു, ഞാനത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സെൻറ്റർ സൂര്യൻ തന്നെയാണല്ലോ, അതൊരിക്കലും മാറുകയില്ലല്ലോ എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹത്തെ ബേൺട്ട് അലൈവ് എന്നാണ്, അദ്ദേഹത്തെ ജീവനോടുകൂടി കത്തിച്ചു കളഞ്ഞു ആ കോടതിയിൽ വെച്ച് തന്നെ എന്നാണ്. 1600 നടന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞത് ആ സമയത്ത് സയൻസിനോട് ഈ ചർച്ചും അതുപോലെ യൂറോപ്പും കാണിച്ചിരുന്ന അവരുടെ നിലപാടിനെ സൂചിപ്പിക്കാനാണ്. ഗലീലിയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി ഒരുപാട് പീഡിപ്പിച്ചു. ഈ ഇൻക്വിസിഷൻ കോടതി തന്നെയാണ് അദ്ദേഹത്തെ പീഡിപ്പിച്ചത്. കാരണം എന്താ? അദ്ദേഹം അവരുടെ അന്നത്തെ കൺസെപ്റ്റിനെതിരായി. അപ്പോൾ ശാസ്ത്രത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു നിലപാടായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ടെന്ത്, ഇന്ന് ശാസ്ത്രം ഒരു കറവ പശുവാണ്, അല്ലെങ്കിൽ ഒരുപാട് കൊമേഴ്ഷ്യലായി പുരോഗമിക്കുന്ന ഒന്നാണ് ശാസ്ത്രം. അപ്പോൾ ശാസ്ത്രം ഇന്ന് ആളുകൾ കാശുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് ശാസ്ത്രം യൂറോപ്യൻസിൻ്റെ കയ്യിലാണ്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ ബേസ് അടിസ്ഥാനം പാകുന്ന സമയത്ത് ഒരു മിസ്കീനായ ശാസ്ത്രം അത് ആരുടെ കയ്യിലായിരുന്നു? അത് മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു എന്നാണ്. അതുപോലെ ഇനി നമുക്ക് 1-2 മോഡേൺ സയൻറ്റിസ്റ്റുകൾ വിശുദ്ധ ഖുർആൻ്റെ ശാസ്ത്രീയ സത്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള 1-2 നമുക്കൊക്കെ അറിയാവുന്ന ആളുകളാണ്. ഒന്ന് മോറിസ് ബുക്കായി ആണ്. മോറിസ് ബുക്കായി പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ഫെയ്ത്ത് ഇൻ ഇസ്ലാം ദാറ്റ് ഫസ്റ്റ് ഗൈഡഡ് മൈ സ്റ്റെപ്സ് ബട്ട് സിമ്പിൾ റിസർച്ച് ഫോർ ദ ട്രൂത്ത്. വാട്ട് ലെഡ് മീ ടു ദിസ് കൺവിക്ഷൻ വാസ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് വുഡ് ബി അൺതിങ്കബിൾ ഫോർ എ മാൻ of Muhammad's time to have been the author of such statements on account of the state of knowledge in his days. അപ്പോൾ മുഹമ്മദിനെ പോലെയുള്ള ഒരാൾ, നിരക്ഷരനായ മുഹമ്മദിനെ പോലത്തെ ഒരാൾ ഒരിക്കലും ഇത്രയും അധികം വളരെ പ്രിസൈസ് ആയിട്ടുള്ള ശാസ്ത്രീയ സത്യങ്ങളെക്കുറിച്ചുള്ള സൂചന ഒരിക്കലും തന്നെ ആ കാലത്ത് പുറപ്പെടുവിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരിക്കലും മുഹമ്മദിൻ്റെ കൈകൾ കൊണ്ട് എഴുതിയ ഒരു പുസ്തകമല്ല, മറിച്ച് അതൊരു ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്നുള്ള കൺവിൻഷനിലാണെന്ത് ഡോക്ടർ മോറിസ് ബുക്കായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു ഫ്രഞ്ച് അക്കാഡമി ഓഫ് മെഡിസിൻ്റെ മെമ്പറും അതുപോലെ വലിയൊരു ശാസ്ത്രജ്ഞനുമാണ്. ദ ബൈബിൾ, ദ ഖുർആൻ ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ പുസ്തകം എഴുതിയ മോറിസ് ബുക്കായിയുടെ വചനങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ മറ്റൊരാളാണ് കെയ്ത്ത് മൂർ വിശുദ്ധ ഖുർആനിലുള്ള എംബ്രിയോളജിയുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ, ഒരു മനുഷ്യ കുഞ്ഞ് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി നമുക്ക് അതിൻ്റെ ഭംഗിയായ വിശദീകരണം കാണുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതിനെക്കുറിച്ച് പഠനവിധേയമാക്കുകയും ഒരു എംബ്രിയോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ആ കോണിൽ നിന്ന് വിശുദ്ധ ഖുർആനെ കാണുകയും ചെയ്ത ഒരാളാണ് കെയ്ത്ത് മൂർ. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ ഇവിടെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ജിദ്ദയിൽ വന്നുകൊണ്ട് പ്രൊഫസേഴ്സുമായി സംവദിക്കുകയും അവിടെ ഒരുപാട് സെമിനാറുകളിലും വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. 1980s അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണെന്ത്, എംബ്രിയോളജിയെക്കുറിച്ചുള്ള പുസ്തകവും അദ്ദേഹത്തിനുണ്ട്. അത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം പറഞ്ഞു, അറ്റ് ഫസ്റ്റ് ഐ വാസ് അസ്റ്റോണിഷ്ഡ് ബൈ ദ അക്യുറസി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് വർ recorded in the 7th century AD before the science of embryology was established. അപ്പോൾ എംബ്രിയോളജി ഒരു ശാസ്ത്രശാഖ എന്നുള്ള നിലയ്ക്ക് രൂപപ്പെടുന്നതിൻ്റെ ഒരുപാട് മുമ്പ്, കേവലം 7ാം നൂറ്റാണ്ടിൽ ഈ രൂപത്തിലുള്ള വളരെ അക്യുറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അദ്ദേഹം പറഞ്ഞത്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള
വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള റെഫറൻസ് വിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു വെച്ചു, നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, എംബ്രിയോളജിയിൽ അത് എങ്ങനെയാണ് എന്ന് കെയ്ത്തുമൂറിനോട് ചോദിച്ച ചോദ്യം അദ്ദേഹം പറയാണ്, നിങ്ങൾ ഈ ചോദ്യം 30 വർഷം മുമ്പാണ് എന്നോട് ചോദിക്കുന്നത് എങ്കിൽ ഒരിക്കലും എനിക്ക് ഇതിന് ഉത്തരം പറയാൻ സാധിക്കുമായിരുന്നില്ല. കാരണം എംബ്രിയോളജി അത് അതിൻ്റെ ശൈശവ ദശയിലായിരുന്നു അന്ന്. ഈ സംഗതികളൊന്നും 30 വർഷം മുമ്പ് ഇല്ലായിരുന്നു എന്നാണ് എന്ത് കെയ്ത്തുമൂർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ റീസെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് എംബ്രിയോളജിയിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതൊക്കെ എന്താണ് വിശുദ്ധ ഖുർആനിലുള്ള പരാമർശവുമായി വളരെ ഭംഗിയായി ഒത്തുചേർന്ന് പോകുന്നു എന്നുള്ളതാണ് അത്ഭുതം. ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയാണ്, സമയ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. ചില വിഷയങ്ങൾ കുറച്ച് ഡീപ്പായും ചിലത് ജസ്റ്റ് പറഞ്ഞു പോവുകയും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്ന് ഈ യൂണിവേഴ്സിൻ്റെ ക്രിയേഷനെക്കുറിച്ച്, സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും, വാട്ടർ സൈക്കിള്, അതുപോലെ കാറ്റും മേഘവും, മൗണ്ടൻസ് അഥവാ പർവ്വതങ്ങൾ, സ്വീറ്റ് ആൻഡ് സാൾട്ട് വാട്ടർ, ഡാർക്ക്നെസ് ഇൻ ഡീപ് സീ, കടലിൻ്റെ അഗാധതയിലുള്ള ഇരുട്ടിനെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആൻ്റെ പരാമർശം, അതുപോലെ ചെടികളിലും അതുപോലെ പഴങ്ങളിലും ആണും പെണ്ണുമുണ്ട് എന്നുള്ള വിശുദ്ധ ഖുർആൻ്റെ പരാമർശം, എല്ലാം പേരായിട്ടാണ് ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന വിശുദ്ധ ഖുർആൻ, ഈ പക്ഷികളിലും അതുപോലെ ജന്തുക്കളിലുമൊക്കെ കമ്മ്യൂണിറ്റി കൺസെപ്റ്റ്, അതായത് സമൂഹമായി ജീവിക്കുന്ന കൺസെപ്റ്റിനെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആൻ്റെ പരാമർശം, ദ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, ഈ പക്ഷികളെക്കുറിച്ച്, പക്ഷികളുടെ പറക്കലിനെ കുറിച്ചുള്ള പരാമർശം, തേനീച്ചയെക്കുറിച്ചും ഉറുമ്പിനെക്കുറിച്ചും, അതുപോലെ രക്തവും അതുപോലെ പാലും, ഹ്യൂമൻ എംബ്രിയോ ഡെവലപ്മെൻറ്റ്, ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ രൂപാന്തരം, ഇതൊക്കെ കുറിച്ചുള്ള കുറേ പരാമർശങ്ങളുണ്ട്. കഴിയുന്ന രൂപത്തിൽ നമുക്കത് പരാമർശിച്ചു പോവാം ഇൻഷാ അല്ലാഹ്. അവലം യറല്ലദീന കഫറു അന്ന സമാവാത് വൽ അർദ് കാനത റതഖൻ ഫഫതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. സൂറത്തുൽ അംബിയായിലുള്ള 21-ാമത്തെ അധ്യായം 30-ാമത്തെ സൂക്തമാണ്. ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപെടുത്തുകയാണുണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ? വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളും നാം ഉണ്ടാക്കുകയും ചെയ്തു, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ? ഈ ഒരു ആയത്ത് വാസ്തവത്തിൽ അവലം യറല്ലദീന കഫറു അന്ന സമാവാത് വൽ അർദ് കാനത റതഖൻ, ഒരു റതഖായിരുന്നു ഈ ഭൂമിയും ഈ ആകാശങ്ങളൊക്കെ, ഈ കാണുന്ന പ്രപഞ്ചം അഖിലവും കാനത റതഖൻ, അതൊരു റതഖായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതൊക്കെ ഒട്ടിച്ചേർന്ന ഒന്നായിരുന്നു എന്നും പിന്നീട് അതിൽ നിന്നാണ് എന്ത് ചെയ്ത് വേർപ്പെടുത്തിയത് എന്നും വിശുദ്ധ ഖുർആൻ്റെ ഈ പരാമർശം. ഇത് വാസ്തവത്തിൽ സയൻസ് എന്ത് പറയുന്നു എന്ന് നോക്കാം. സയൻസിൻ്റെ ഇപ്പോഴുള്ള കൺസെപ്റ്റാണെന്ത്? ബിഗ് ബാങ്. ഈ പ്രപഞ്ചം രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് സയൻസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് ഒട്ടിച്ചേർന്ന ഒന്നിൽ നിന്നാണെന്ത്? ഒരൊറ്റ സോഴ്സിൽ നിന്ന് അത് വീണ്ടും പൊട്ടിത്തെറിക്കുകയും അങ്ങനെ ആ പൊട്ടിത്തെറിച്ചിട്ട് വേർപെട്ട് പോയിട്ട് അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കൺസെപ്റ്റാണെന്ത്? ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി വളരെ നേരത്തെ വന്നു, പക്ഷെ പിന്നീട് ഒരുപാട് അമെൻമെൻറ്റ്സ് അതിന് വന്നു. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുകയും അത് സത്യപ്പെടുത്തുകയും ചെയ്തു. ഇതിലൊരു ശാസ്ത്രജ്ഞനാണ് ആര്? എഡ്വിൻ പി ഹബിൾ. 1929 യഥാർത്ഥത്തിൽ എഡ്വിൻ പി ഹബിൾ ഈ ഒരു കൺസെപ്റ്റുമായി ഹബിൾ ലോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. സിമ്പിൾ ഒരു ഇക്വേഷനാണെന്ന് ഹബിൾസ് ലോ. V = h0 × d എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭൂമിയാണെങ്കിൽ ഭൂമി ആ ഗാലക്സിയിലുള്ള ഒരു പോയിന്റുമായി ഉള്ള അകലം, ആ അകലം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എത്ര ഫാസ്റ്റായി എത്ര സ്പീഡിലാണ് ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ വെലോസിറ്റി എന്താണ്? അതൊരു ഹബിൾ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടും. അപ്പോൾ എത്രത്തോളം ദൂരമാണ് അത്രത്തോളം അകന്നുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണെന്ത് എഡ്വിൻ പി ഹബിൾ കൊണ്ടുവന്നത്. ബിഗ് ബാങ് തിയറിക്ക് ഉപോത്ബലകമായി കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഒരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെ അദ്ദേഹം അത് കൃത്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അങ്ങനെയാണ്. ഒരു ബലൂൺ വീർപ്പിച്ച് നിറയെ കുത്തുകൾ ഇട്ടുകൊണ്ട് ഒരു ബലൂൺ വീർപ്പിച്ചാൽ എത്രത്തോളം ആ ബലൂണിലെ കുത്തുകൾ തമ്മിൽ അകലങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ്. ഇത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും, അതുപോലെ ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ വിശുദ്ധ ഖുർആൻ്റെ ഈ പരാമർശം വളരെ കൃത്യമാണ്. ഇതൊരു റതഖായിരുന്നു, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ വേർപ്പെടുത്തി അത് വികസിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള പരാമർശം. 1965 യഥാർത്ഥത്തിൽ ഈ ബിഗ് ബാങ് തിയറിക്ക് ഉപോത്ബലകമായ ഒരു എവിഡൻസ് കൃത്യമായി
എസ്റ്റാബ്ലിഷ് ചെയ്തത് 1965. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കണ്ടുപിടിച്ചത് യഥാർത്ഥത്തിൽ 1965 ഈ പിന്നെ ബിഗ് ബാങ് തിയറിക്ക് ഉപോത്ബലകമായ ഒരു തെളിവായിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ റിസഷണൽ വെലോസിറ്റിയും അതുപോലെ ഡിസ്റ്റൻസും ഇത് മാപ്പ് ചെയ്തുകൊണ്ട് ഞാനതിലേക്ക് കൂടുതൽ പോവല്ല. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കുന്നു, സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫാണ്. അതുപോലെ വിശുദ്ധ ഖുർആന്റെ പരാമർശം അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ ശംസ വൽ ഖമർ കുല്ലു യജ്രി ഇല അജലിൻ മുസമ്മ വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. ഈ ഒരു പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുകയും പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടില്ല. ഈ ഒരു പിന്നെ കൺസെപ്റ്റ് എന്നാൽ രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും പ്രവേശിക്കുന്ന ഈ ഗ്രാജുവൽ ചേഞ്ചാണിത്. രാത്രിയെ പകലിലേക്കും പകലിനെ രാത്രിയിലേക്കും വരുന്ന ഈ ഗ്രാജുവൽ ചേഞ്ചിനെ കുറിച്ച് സൂചിപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഭൂമി ഒരു ഉരുണ്ട വസ്തുവാണ്, ഒരു സ്ഫെരിക്കലാണ് എന്നുള്ളതിനേക്കുള്ള സൂചനയാണ്. എന്നിട്ട് പറഞ്ഞു എന്ത് വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ഇല അജലിൻ മുസമ്മ വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖൈർ. അപ്പോൾ ഒരു നിർണിതമായ ഒരു അവധി വരെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഈ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനായി. ഇതിൻ്റെ ഒക്കെ കൂടെ പറഞ്ഞു എന്ത് അതിനെ കണക്ട് ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുക എന്നാണ്. അപ്പോൾ ഈ ഒരു പരാമർശം യഥാർത്ഥത്തിൽ പിന്നെ ഭൂമിയുടെ ഉരുണ്ട ആകൃതിയെ സൂചിപ്പിക്കുന്നതാണെന്നാണ്. അപ്പോൾ ആ കൺസെപ്റ്റ് രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുക, പകലിനെ രാത്രിയിൽ പ്രവേശിക്കുക, മെർജിൻ ഇത് തമ്മിൽ മെർജ് ചെയ്യുക എന്നത് വാസ്തവത്തിൽ ഈ പിന്നെ ഉരുണ്ടതാണ് എന്ന് തെളിയിക്കുന്ന ഒരു പരാമർശമാണ്. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കൺസെപ്റ്റാണെന്ത് ചന്ദ്രനെക്കുറിച്ചും അതുപോലെ സൂര്യനെക്കുറിച്ചുള്ള പരാമർശം. അപ്പോൾ ഈ പരാമർശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുപയോഗിക്കുന്ന വാക്കുകളുടെ ഭാഷാ പ്രയോഗങ്ങളുടെ കൃത്യതയാണ്. ആ കൃത്യത അതൊരിക്കലും തന്നെ സയൻറ്റിഫിക് ഫാക്ട് കൊണ്ട് എസ്റ്റാബ്ലിഷ് ആയ സംഗതിക്ക് ഒരിക്കലും എതിരാവില്ല, അതിന് ഉപോത്ബലകമാവുകയുള്ളൂ എന്ന് കാണാൻ സാധിക്കും. തബാറക്കല്ലദി ജഅല ഫി സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. ഇവിടെ ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങൾ ഉണ്ടാക്കിയവൻ അനുഗ്രഹപൂർണ്ണനാണ്. അവനൊരു വിളക്കും വെളിച്ചം നൽകുന്ന ചന്ദ്രനും എന്നാണ്. അപ്പോൾ സൂര്യനെ കുറിച്ച് ഇവിടെ പറഞ്ഞ പ്രയോഗം സിറാജ് എന്നാണ്. സിറാജൻ വ ഖമറൻ മുനീറാണ്. അപ്പോൾ ഒരു ലൈറ്റ്, ഒരു വിളക്ക്, സോഴ്സ് ഓഫ് ലൈറ്റ്, സ്വയം പ്രകാശിക്കുന്ന ഒന്നിനെ കുറിച്ചാണ് എന്ത് പറയുക, സിറാജ് എന്ന് പറയാം. എന്നാലോ വ ഖമറൻ മുനീറ, അവിടെ നൂറ് എന്ന് പറഞ്ഞത് റിഫ്ലക്റ്റഡ് ലൈറ്റാണ്. അപ്പം ചന്ദ്രനിൽ നിന്ന് വരുന്നത് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്നും സൂര്യനിലുള്ള പ്രകാശം അത് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് സൂര്യനും എന്നുള്ള കൃത്യമായ ഒരു ഇൻഡിക്കേഷൻ ആണെന്ത് ഇതിൽ. അപ്പോൾ സയൻസ് വളരെ ലേറ്റായിട്ട് കണ്ടുപിടിച്ച ഈ സത്യങ്ങളെ വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈ ഒരു കൃത്യമായ പദപ്രയോഗങ്ങൾ അത്രയും അധികം സിറാജ് എന്ന് ചന്ദ്രനും അതുപോലെ നൂറ് എന്ന് സൂര്യനും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എന്ത് ഇതൊക്കെ തെറ്റാണെന്ന്. അതിൻ്റെ പദപ്രയോഗം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പിന്നെ പദപ്രയോഗങ്ങളാണ്. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. സൂറത്ത് യൂനുസിലെ വിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ അധ്യായം 5-ാമത്തെ സൂക്തമാണ്. സൂര്യനെ ഒരു പ്രകാശമാക്കി ദിയാ എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പം അതും ദിയാവും അതുപോലെ സിറാജും എന്താണ് സോഴ്സ് ഓഫ് ലൈറ്റിനെ ഒരു പിന്നെ സ്വയം പ്രകാശിക്കുന്ന ഒന്നിനെ സൂചിപ്പിക്കാനുള്ള പ്രയോഗം അറബിയിലുള്ള ഭാഷയിലുള്ള പ്രയോഗമാണ്. എന്നാൽ നൂറ് എന്ന് പറഞ്ഞത് ഒരു റിഫ്ലക്റ്റഡ് ലൈറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ. വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ചന്ദ്രനെ അവിടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഫുർഖാനിലെ 25-ാമത്തെ അധ്യായം 61-ാമത്തെ സൂക്തം, സൂറത്ത് യൂനുസിൽ അതുപോലെ സൂറത്ത് നൂഹ്, ഈ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞൊക്കെ എന്താണ് പരസ്പര പൂരകങ്ങളാണ്. ഒന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ഉപയോഗിക്കുന്ന വചനങ്ങളായി നമുക്ക് കാണാം. ദിയാ ആയാലും സിറാജ് ആയാലും രണ്ടും സൂര്യൻ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു ടോർച്ച് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ അതാണ് ഒരു ടോർച്ച് സിറാജ് ആയിട്ട് ഇതിനെ പറഞ്ഞത്. ഇനി സൂര്യനെ കുറിച്ച് പറഞ്ഞു എന്ത് വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ആദ്യം പറഞ്ഞു സൂര്യചന്ദ്രനെ കുറിച്ച് പറഞ്ഞു എന്ത് അവനത്രേ രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത്, ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു പിന്നെ നമ്മളുടെ ഈ ഗാലക്സി സോളാർ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമുക്കുള്ളൊരു വിഷൻ നൽകുന്ന ഒരു പദപ്രയോഗമാണെന്ത് ഭ്രമണപഥത്തിൽ ഇവർ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു, ഓരോന്നിനും അതിൻ്റേതായ ഭ്രമണപഥങ്ങളുണ്ട് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും.
എന്നിട്ട് പറഞ്ഞത് വശംസ തജ്രീ ലിമുസ്തഖറി ലഹ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂറത്തു യാസീനിലെ വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായം 38-ാമത്തെ സൂക്തം. സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു, പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണ് അത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ഫൈൻഡിങ് അനുസരിച്ച് 240 km/s ആണെന്ന് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൊത്തം നമ്മളുടെ സൗരയൂഥം, സോളാർ സിസ്റ്റം, നമ്മൾ അതിലൊരു മെമ്പർ മാത്രമാണെന്ത്, സൂര്യന് ചുറ്റുന്ന ഒരു പ്ലാനറ്റ് മാത്രമാണ് ഭൂമി. പക്ഷേ ഈ സോളാർ സിസ്റ്റം നമ്മളുടെ വലിയ മിൽക്കി വേ ഗാലക്സിക്ക് അകത്ത് ഉള്ള ഈ സോളാർ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യൻ അടക്കമുള്ള ഈ സോളാർ സിസ്റ്റം മൂവ് ചെയ്യുന്നുണ്ടെന്നല്ല. ഈ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് സയൻസ് പറഞ്ഞത് 240 km/s ആയിട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് 200 മില്യൺ കൊല്ലമാണെന്ത് ഒരു മുഴുവനും ഈ മിൽക്കി വേ ഗാലക്സിയിൽ ഈ സോളാർ സിസ്റ്റം മുഴുവനും ഒരു ഭ്രമണം പൂർത്തിയാക്കണമെങ്കിൽ 200 മില്യൺ ഇയേഴ്സ് ആവണം എന്നാണ് സയൻറ്റിഫിക് ഫൈൻഡിങ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സൂര്യനും ഒരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ള അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതാണത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു പരാമർശം ഒരിക്കലും തന്നെ സയൻസുമായി കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണാൻ സാധിക്കും. മറ്റൊന്ന് വാട്ടർ സൈക്കിളാണ്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്നും വെള്ളം ചൊരിഞ്ഞു. فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب. സൂറത്ത് സുമർ വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായം 21-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ കണ്ടില്ലേ, അള്ളാഹു ആകാശത്തിൽ നിന്നും വെള്ളം ചൊരിഞ്ഞു, എന്നിട്ട് ഭൂമിയിലെ ഉറവിടങ്ങളിൽ അതവൻ പ്രവേശിപ്പിച്ചു. അനന്തരം അത് മുഖേന വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വിള അവൻ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ അത് ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായി നിനക്ക് കാണാം. പിന്നീട് അവൻ അതിനെ വൈക്കോൽ തുരുമ്പാക്കി. തീർച്ചയായും അതിൽ ബുദ്ധിമാന്മാർക്ക് ഒരു ഗുണപാഠമുണ്ട്. ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ പ്രോസസ്സ് കണ്ടിട്ട് അതിലൊരു ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ പാഠമുണ്ട് എന്നാണ്. അതുപോലെ വമിൻ ആയാത്തിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅൻ വയുനസ്സിലു മിനസ് സമാഇ മാഅൻ ഫയുഹീ ബിഹിൽ അർദ ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ. ഇവിടെ എന്ത് ചെയ്തു, ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. സൂറത്ത് റൂമിലെ 30-ാമത്തെ അധ്യായം 24-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഭയവും ആശയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുകയും അതുമൂലം ഭൂമിക്ക് അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. തീർച്ചയായും അതിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന്. അപ്പോൾ ഈ ചത്തുകിടക്കുന്ന ഭൂമിയെ ജീവനുള്ളതാക്കി മാറ്റുന്ന ആ മഴയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുമൂലം ഭൂമിക്ക് ജീവൻ വച്ചു എന്നാണ്. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. സൂറത്തുൽ മുഅ്മിനൂനിലെ 23-ാമത്തെ അധ്യായം 18-ാമത്തെ സൂക്തമാണ്. ആകാശത്തിൽ നിന്നും നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തു. ഇവിടെ സ്റ്റോർ ചെയ്തു. ആ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഭൂമിയിലുണ്ട്. അത് വറ്റിച്ച് കളയാൻ തീർച്ചയായും നാം ശക്തനാകുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്ത വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും തന്നെ വറ്റിച്ച് കളയാനും അവന് സാധിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ വാട്ടർ സൈക്കിൾ എന്നുള്ള കൺസെപ്റ്റ് 1580-ലാണ് ഈ ബെർണാഡ് പാലിസി എന്ന് പറഞ്ഞ ഒരാളാണ് വാസ്തവത്തിൽ ഈ വാട്ടർ സൈക്കിൾ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞു എന്ത്, ഈ വെള്ളം നീരാവിയായി പോകുന്നു, എന്നിട്ട് അത് തണുത്തുകൊണ്ട് എന്ത് ചെയ്തു, ക്ലൗഡ്സ് ഉണ്ടാകുന്നു. ഈ ക്ലൗഡ് മൂവ് ചെയ്ത് സഞ്ചരിച്ചു വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അത് കണ്ടൻസ്ഡ് ആയിക്കൊണ്ട് മഴയായി വർഷിക്കുന്നു എന്ന് പറഞ്ഞ പഴയ ക്ലൗഡിനെ കുറിച്ചുള്ള കൺസെപ്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ അത് തടാകങ്ങളായി മാറുന്നു, അതുപോലെ ഒരുപാട് അരുവികളായി മാറുന്നു. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നു, അത് വീണ്ടും കടലിലെത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാട്ടർ സൈക്കിളിൻ്റെ കൺസെപ്റ്റ്. ഇതിൽ ഒരുപാട് അബദ്ധ ധാരണകളും വാസ്തവത്തിൽ അതിലുണ്ട്. ഏതായാലും ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത് 1580 മുതലാണ് ഇതിനെക്കുറിച്ചുള്ള പഠനം തുടങ്ങിയത് എന്നുള്ളതാണ്. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ത്, ക്ലൗഡ് അഥവാ മേഘങ്ങൾ. മേഘങ്ങളെക്കുറിച്ച് പറഞ്ഞു സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ത്,
وأرسلنا الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه وما أنتم له بخازنين. മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അയക്കുകയും എന്നിട്ട് ആകാശത്തിൽ നിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും എന്നിട്ട് നിങ്ങൾക്കത് കുടിക്കുമാറാക്കുകയും ചെയ്തു, നിങ്ങൾക്ക് അത് സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞൊരു മെയിൻ കൺസെപ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു. നമ്മൾ അറിയേണ്ട ഒരു സംഗതി എന്താ അറിയോ, ഒരു ദിവസം 900 മില്യൺ ടൺസാണ് എന്ത് ചെയ്യുന്നത് ഒരു മിനിറ്റിൽ, എവറി മിനിറ്റ് ഓഫ് ദ ഡേ അറൌണ്ട് 900 മില്യൺ ടൺസ് ഓഫ് റെയിൻ ഫാൾസ് ഓൺ ദ എർത്ത് എന്ന ഭൂമിയിൽ വീഴുന്ന ഒരു മിനിറ്റിൽ വീഴുന്ന വെള്ളത്തിൻ്റെ അളവിനെ കുറിച്ചാണ് ഒരു ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തിയത്. 900 മില്യൺ ടൺസ് ഓഫ് റെയിൻ ഫാൾസ് എന്നാണ് ഒരു ഭൂമിയിൽ വരുന്നു എന്നാണെന്ത് ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയാണ്. ഇനി ക്ലൗഡിനെ കുറിച്ച് നോക്കാം. 10 രൂപത്തിലുള്ള മേഘങ്ങളാണ് ഉള്ളത്. ശാസ്ത്രീയ ഇതിലൂടെ നമുക്ക് ഈ UK ഗവൺമെൻറ്റിൻ്റെ മെറ്റ് ഓഫീസ് സൈറ്റിലോ അങ്ങനെ ഉള്ള എൻവയോൺമെൻറ്റിലുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് 10 രൂപത്തിലുള്ള ക്ലൗഡാണുള്ളത്. 3 കാറ്റഗറി, ഒന്ന് ഹൈ ക്ലൗഡ്, മീഡിയം ക്ലൗഡ്, അതുപോലെ ലോ ക്ലൗഡ്. ഇത് ഈ 10 അതിലെ ഡീറ്റെയിൽസിലേക്ക് പോവല്ല. സിറസും അതുപോലെ സിറോ കുമുലസ്, സിറോ സ്ട്രാറ്റസ് തുടങ്ങിയിട്ടുള്ള ഈ 10 ക്ലൗഡുകളാണ്. ഈ ക്ലൗഡുകളിൽ ഞാൻ സൂചിപ്പിച്ച ഇവിടെ 2 മാത്രമാണ് ചുവപ്പ് മാർക്ക് ചെയ്തത്. ഒന്നെന്താണ് നിംബോ സ്ട്രാറ്റസ് അല്ലെങ്കിൽ സ്ട്രാറ്റോ നിംബസ് എന്ന് പറയും, അതുപോലെ ക്യുമുലോ നിംബസ്. ഈ രണ്ടും ഞാൻ ചുവപ്പിൽ അടയാളപ്പെടുത്തിയത്. ഈ 2 ക്ലൗഡുകളാണെന്ത് മഴ തരുന്ന ക്ലൗഡുകൾ. ഒരുപാട് വെള്ളി മേഘങ്ങൾ നമ്മൾ കാണാറുണ്ട്, പക്ഷെ മഴ തരുന്ന മേഘങ്ങൾ ഏതാണ്? ഈ 2 മേഘങ്ങളാണെന്ത് മഴ തരുന്നത്. ഈ 2 മേഘങ്ങളെക്കുറിച്ചും കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ടെന്നുള്ള. എങ്ങനെയാണ് അത് മഴ റെയിൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടാകുന്നത്? വളരെ റീസെൻ്റ്ലി അടുത്ത കാലത്ത് മാത്രമാണെന്ത് ശാസ്ത്രം ഇതിനെക്കുറിച്ച് കൃത്യമായി ഒരു എക്സ്പ്ലനേഷൻ തന്നത്. ഇപ്പം നാസയുടെ ഒരുപാട് പര്യവേക്ഷണങ്ങളിൽ അവർ ഈ 2 മേഘങ്ങളെ അനലൈസ് ചെയ്യുകയും അവരുടെ ഒരുപാട് പിക്ചറുകൾ എടുക്കുകയും ചെയ്തു. നാസൻ്റെ സൈറ്റിൽ പോയപ്പോൾ കുറേ അതുമായി ബന്ധപ്പെട്ട സംഗതികൾ കിട്ടി. അപ്പോൾ ഈ 10 ക്ലൗഡ് പറഞ്ഞാൽ ഏറ്റവും ലോ ക്ലൗഡ് 6500 ഫീറ്റിൻ്റെ താഴെയുള്ള ക്ലൗഡാണത്. അതുപോലെ മീഡിയം ക്ലൗഡ് ഒരു 6500-നും 20,000-നും ഇടയിലുള്ള ക്ലൗഡാണെന്ത് മീഡിയം ക്ലൗഡ്. അപ്പോൾ ഈ 2 ക്ലൗഡിനെ കുറിച്ചുള്ള പരാമർശങ്ങളിലേക്കൊന്ന് നോക്കാം. ഒന്ന് നിംബോ സ്ട്രാറ്റസ് ക്ലൗഡാണ്. അല്ലാഹുല്ലദി യുർസിലു റിയാഹ ഫതുസീറു സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ വയജഅലുഹു കിസഫൻ ഫതറൽ വദ്ഖു യഖ്റുജു മിൻ ഖിലാലിഹി ഫഇദാ അസാബ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. സൂറത്ത് റൂമിൽ വിശുദ്ധ ഖുർആനിൽ 30-ാമത്തെ അധ്യായം 48-ാമത്തെ സൂക്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത്. അല്ലാഹുല്ലദി യുർസിലു റിയാഹ, അല്ലാഹു ആകുന്നു കാറ്റുകളെ അയക്കുന്നവൻ. അപ്പോൾ കാറ്റുകളെ അല്ലാഹു അയക്കുന്നു. എന്നിട്ടോ ഫതുസീറു സഹാബൻ, ആ കാറ്റുകൾ മേഘത്തെ ഇളക്കി വിടുന്നു. എന്നിട്ടോ ഫയബ്സുതുഹു ഫിസ്സമാ, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അതിനെ ആകാശത്ത് പരത്തുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ അയച്ചു. ആ കാറ്റ് മൂലം എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്ന ഈ പദാർത്ഥങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ക്ലൗഡ് ഫോം ചെയ്യുന്നു. എന്നിട്ട് ആ ക്ലൗഡിനെ അല്ലാഹു ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് എവിടെയാണോ മഴ വർഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരത്തുന്നു എന്നുള്ളതാണ്. എന്നിട്ടോ തുടർന്ന് പറയുന്നത് വയജഅലുഹു കിസഫൻ, എന്നിട്ട് അതിനെ കഷണങ്ങളാക്കി മാറ്റുന്നു, അതിനെ പീസസ് ആക്കി മാറ്റുന്നു, കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, അപ്പോൾ അതിനിടയിൽ നിന്ന് മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം. ഏതിൻ്റെ ഇടയിൽ? കഷണങ്ങളായി മാറ്റിയതിൻ്റെ ഇടയിൽ. അപ്പം ഇത് മുകളിലേക്ക് പോയി തണുത്തു, എന്നിട്ടോ വീണ്ടും അത് തണുത്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അതിലുള്ള ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പരത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ എന്ത് ചെയ്തു, അത് വീണ്ടും തണുത്തു പോകും. അതിൻ്റെ ഉള്ള ടെമ്പറേച്ചറും കൂടി പോയിട്ട് വീണ്ടും അത് തണുക്കുന്നു. അങ്ങനെ തണുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് പരന്നു വരികയും അത് കഷ്ണങ്ങളായി മാറുകയും ആ കഷ്ണങ്ങൾക്കിടയിൽ നിന്ന് മഴ വർഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ക്ലൗഡിനെ കുറിച്ചുള്ള സങ്കല്പം ഇന്ന് നമുക്ക് എൻസൈക്ലോപീഡിയയിലും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എൻവയോൺമെൻ്റൽ അനലിസ്റ്റുകളുടെ ഒക്കെ ചില വളരെ അപൂർവം സൈറ്റുകളിലെ ഇത് കാണുന്നുള്ളൂ. പലർക്കും ഇതിനെക്കുറിച്ച്, ഈ കൺസെപ്റ്റിനെ കുറിച്ച് തന്നെ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ വിശുദ്ധ ഖുർആൻ്റെ പ്രയോഗം എത്ര ഗംഭീരമായ പ്രയോഗമാണ്. ഇത് ഒരു സാമ്പിൾ നിംബോ സ്ട്രാറ്റസ് ക്ലൗഡാണ്, പരന്നു കിടക്കുന്ന ക്ലൗഡിൻ്റെ ഒരു പിക്ചറാണ്. നിംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിനാണ്. നിംബസ് എന്നുള്ള പ്രയോഗം മഴ. അതുപോലെ സ്ട്രാറ്റസ് എന്ന് പറഞ്ഞത് സ്പ്രെഡ് ഔട്ട്. അപ്പോൾ ഇതെന്താണ്? ഹൊറിസോണ്ടലി പരന്നു കിടക്കുന്ന
ഒരു മേഘം, അത് മഴ നൽകുന്ന മേഘം. അതെങ്ങനെ മഴ നൽകുന്നു എന്നുള്ള വിശുദ്ധ ഖുർആന്റെ കൃത്യമായിട്ടുള്ള പരാമർശമാണ്. അപ്പോൾ അള്ളാഹ് ഈസ് ഹി ഹു സെൻസ് ദ വിൻസ്. അപ്പോൾ ആദ്യം പറഞ്ഞത് അള്ളാഹു കാറ്റിനെ അയക്കുന്നു, എന്നിട്ട് പറഞ്ഞത് സോ ദേ റേസ് ക്ലൗഡ്സ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, പിന്നെ മുകളിലേക്ക് പോകുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നത് എന്ത് ചെയ്യുന്നു, ക്ലൗഡായി മാറുന്നു. എന്നിട്ട് ആൻഡ് സ്പ്രെഡ് ദം എലോങ് ദ സ്കൈ ആൻഡ് ഹി ആസ് ഹി വിൽസ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിനെന്ത് ചെയ്യും, അള്ളാഹു അത്രയും ആ സ്ഥലങ്ങളിലേക്ക് അള്ളാഹു അതിനെ പരത്തുന്നു. ആൻഡ് ദെൻ ബ്രേക്ക് ദം ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് കഷണങ്ങളാക്കി മാറ്റുന്നു. അൺടിൽ യു സീ റെയിൻ ഡ്രോപ്സ് കം ഫോർത്ത് ഫ്രം ദി മിഡിസ്റ്റ്. അതിൻ്റെ ഇടയിൽ നിന്നും ഈ പിന്നെ മഴത്തുള്ളികൾ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അത് പിന്നെ ദെൻ ഹി ഹാസ് മെയ്ഡ് ദം ഫോൾ ഓൺ ഹൂം ഹി സ്ലേവ്സ് ആസ് ഹി വിൽ ദേ റിജോയ്സ്. അപ്പോൾ ഇതിൽ പറഞ്ഞ അവസാനത്തെ ആ വാക്ക് എന്താ പറഞ്ഞത്, ഇത് കാണുമ്പോൾ അത് അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് ആ മഴ വർഷിക്കുമ്പോൾ അവരെന്ത് ചെയ്തു, സന്തോഷിക്കുന്നു എന്നല്ല. വീണ്ടും അത് ആ ആയത്തിലേക്ക് പോവാം. എന്താണ്, ഇദാഹും യസ്തബ്ശിറൂൻ, വളരെ സന്തോഷം ആ ആളുകൾക്ക് എന്തുണ്ടാവും എന്നുള്ളത് കൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലൗഡാണ് എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിൽ വളരെ സന്തോഷകരമായ മഴ നൽകുന്ന ക്ലൗഡ് എന്നുള്ളതാണ്. ഇനിയോ അടുത്തൊരു ക്ലൗഡ് ഉണ്ട്, ഇതാണെന്ത്, ക്യുമുലോ നിംബസ്. ക്യുമുലോ നിംബസ്. അപ്പോൾ ക്യുമുലോ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി വളരുന്നതാണ്, മറ്റെന്താണ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി, മറ്റ് വെർട്ടിക്കലി മുകളിലേക്കാണ്. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. സൂറത്ത് നൂറിലെ 24-ാമത്തെ അധ്യായം 43-ാമത്തെ സൂക്തമാണത്. അപ്പോൾ ഇതിൽ പറയുന്നു, നോക്കി, അള്ളാഹു കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരികയും എന്നിട്ട് അത് തമ്മിൽ സംയോജിപ്പിക്കുകയും ചെയ്യും. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ, കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്തു, സുമ്മ യുഅല്ലിഫു ബൈനഹു, വളരെ കൃത്യമായൊരു പ്രയോഗമാണത് എന്ന് പറഞ്ഞ് അത് തമ്മിൽ യോജിപ്പിക്കുകയും സംയോജിപ്പിക്കും. സുമ്മ യജഅലുഹു റുകാമൻ, ഇത് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എന്നിട്ട് യജഅലുഹു റുകാമൻ, അതിനെ അട്ടിയായി പിന്നെ അട്ടിയാക്കുകയും ചെയ്തു. വെർട്ടിക്കലി ഗ്രോത്ത് വരുന്ന. അപ്പോൾ ഈ മറ്റേ നേരത്തെ എന്താണ്, ഹൊറിസോണ്ടലാണ്, ഇതെന്താ വെർട്ടിക്കലി അതിന് ഗ്രോത്ത് വരുന്ന. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ജോയിൻ ചെയ്തു. അങ്ങനെ സംയോജിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് നേരെ വെർട്ടിക്കലി ഗ്രോ ചെയ്യും എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു എന്ത്, ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലിഹി എന്ന്, അപ്പോൾ അതിനിടയിലൂടെ മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം. തുടർന്ന് പറഞ്ഞു എന്ത്, വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദിൻ. ഇവിടെ പറഞ്ഞു അവിടെ മലകൾ പോലുള്ള മേഘകൂമ്പാരങ്ങളിൽ നിന്ന് അവൻ ആലിപ്പഴം ഇറക്കുകയും ചെയ്യുന്ന. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, മലകൾ പോലെ അത്രയും കിലോമീറ്ററുകൾ ഉയരമുള്ള ഈ പിന്നെ ക്യുമുലോ നിംബസ് ക്ലൗഡിനെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ കിലോമീറ്ററുകളോളം ഉയരമുള്ള അട്ടിയായിട്ട മലകൾ പോലെയുള്ള അതിൻ്റെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യും, ആലിപ്പഴം ഇറങ്ങുന്ന. ഈ ആലിപ്പഴം ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചാർജ്, ഇത് പിന്നെ മറ്റു പാർട്ടിക്കിളിൽ തട്ടിക്കൊണ്ടുണ്ടാകുന്ന ആ ചാർജ് ഭയങ്കര ചാർജാണ്. അപ്പോൾ ഈ പിന്നെ ക്ലൗഡിൻ്റെ താഴെയുള്ള നെഗറ്റീവ് ചാർജും താഴെയുള്ള പോസിറ്റീവും തമ്മിൽ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, താഴേക്ക് ഇറങ്ങി വരികയും ഈ പോസിറ്റീവ് മേലേക്ക് കയറുകയും ചെയ്തുകൊണ്ടാണ് എന്ത്, മിന്നലുണ്ടാകുന്നത്. അപ്പോൾ ഇടിമിന്നൽ ഉണ്ടാകുന്ന മേഘത്തെക്കുറിച്ചാണ് എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു എന്ത്, ഫയുസീബു ബിഹി മൻ യശാ വയസ്രിഫു അൻ മൻ യശാ. എന്നിട്ട് പറഞ്ഞു എന്ത്, താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ ബാധിപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് തിരിച്ചു വിടുകയും ചെയ്യും. എന്നിട്ട് കണ്ടോ, യഖാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, അതിൻ്റെ മിന്നൽ വെളിച്ചം കാഴ്ചകൾ റാഞ്ചിക്കളയുമാറാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് ക്ലൗഡിൻ്റെ കമ്പാരിസണാണ്. ഒന്നാമത്തെ ക്ലൗഡ് പറഞ്ഞു എന്ത്, അവർ സന്തുഷ്ടരാണ് മഴ കിട്ടിയതിൽ. ഇതിലെന്ത് ചെയ്തു, പേടിയാണ്. എന്ന് പറഞ്ഞാൽ ആ ഇടിമിന്നലിനെ കുറിച്ചാണ്, അവരുടെ കാഴ്ചകൾ റാഞ്ചിക്കളയുമാറുള്ള ക്ലൗഡാണിതെന്നാണ്. അപ്പോൾ ഈ മഴ നൽകുന്നതോടൊപ്പം ഇടിമിന്നൽ ഉണ്ടാക്കുന്ന ശക്തമായ സ്ഫോടനങ്ങൾ നടക്കുന്ന ഒരു ക്ലൗഡിനെ കുറിച്ചാണ് എന്ത് ചെയ്ത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. അപ്പോൾ ഇതാണ് ക്യുമുലോ നിംബസ് ക്ലൗഡ്. വെർട്ടിക്കലി ഗ്രോ ചെയ്യുന്ന, ഉയരങ്ങളിലേക്ക് പോകുന്ന മലകളെപ്പോലെ ഉണ്ടായിത്തീരുന്ന ക്ലൗഡാണിത്. ഇത് നാസയുടെ ലേറ്റസ്റ്റ് പിക്ചറാണ്, നാസ സാറ്റലൈറ്റ് എടുത്ത പിക്ചറാണ്. ഇറ്റ് ഈസ് ആസ് ദോ ആൻ ഇൻവിസിബിൾ ഹാൻഡ് ഇസ് പുഷിംഗ് ദ ക്യുമുലോ ക്ലൗഡ് ടു ദ പ്ലേസ് ഓഫ് കൺവെർജൻസ്. ഒരു സ്ഥലത്തേക്ക് യോജിച്ച് ഈ കൺവെർജൻസ് ഉണ്ട്, അതിലേക്ക് ആരാണ് പുഷ് ചെയ്യുന്നത് എന്ന് അറിയില്ലാന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്താണത്. അപ്പോൾ
ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പോൾ സയൻറ്റിസ്റ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ത്, ഒന്ന് ദ ക്ലൗഡ്സ് ആർ പുഷ് ബൈ ദ വിൻഡ്, ഫസ്റ്റ് ഒബ്സർവേഷനാണ്. രണ്ടാമത്തെ ഒബ്സർവേഷനാണ് ഇത് ജോയിനിങ്, ഇത് തമ്മിൽ യോജിപ്പിക്കുന്നു എന്നുള്ളത്. മൂന്നാമത്തെ ഒബ്സർവേഷൻ എന്താണ്, സ്റ്റാക്കിങ്, ഇത് തമ്മിൽ അട്ടിയായി വരുന്നു. പറഞ്ഞാൽ ഈ മൂന്ന് സംഗതിയും ഉണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ഈ ക്യുമുലോ നിംബസ് ക്ലൗഡിനെ കുറിച്ചുള്ള മെറ്റീരിയോളജിസ്റ്റിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഒബ്സർവേഷൻ. ഇതാണെന്ത് ജോയിനിങ്, ഇതാണെന്ത് പുഷ് ബൈ ദ വിൻഡ്, ഇത് വെർട്ടിക്കൽ സ്റ്റാക്കിംഗ്, മുകളിലേക്ക് ഉയർന്ന് വരികയും അതനുസരിച്ചുള്ള ചാർജുകൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടായിട്ട് അത് വീണ്ടും ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് മിന്നലായി വരുന്നത് സൂചിപ്പിക്കാനാണ്. ഇനി നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണെന്ത്, അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ, ഭൂമിയെ നാം ഒരു വിരിപ്പാക്കിയില്ലേ, പർവ്വതങ്ങളെ ആണികളാക്കുകയും ചെയ്തില്ലേ നാം. ഈ ആണികൾ എന്നുള്ള പ്രയോഗം, وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون, ഭൂമി അവരെയും കൊണ്ട് ഇളകാതിരിക്കാനായി അതിൽ നാം ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വഴി കണ്ടെത്തേണ്ടതിനായി അവയിൽ നാം വിശാലമായ പാതകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇവിടെയും പറഞ്ഞു എന്ത്, ഭൂമി ഇളകാതിരിക്കാനുള്ള കൃത്യമായ ബാലൻസിങ്ങിനുള്ള പെഗ്ഗാണ് അല്ലെങ്കിൽ ആണിയാണെന്ത്, പിന്നെ മലകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വൽ ജിബാല അർസാഹ, പർവ്വതങ്ങളെ അവൻ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള. ഇനി ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് ഏതാണ്ട് പിന്നെ ജിയോളജികൾ, ഈ ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു എന്ത്, ഈ ഭൂമിയുടെ റേഡിയസ് ആരം 6035 കിലോമീറ്റർ ആണെന്നാ. അതുപോലെ ഈ ഭൂമിയുടെ പുറന്തോട് യഥാർത്ഥത്തിൽ 2നും 35നും ഇടയിൽ 2 കിലോമീറ്റർ മുതൽ 35 കിലോമീറ്റർ വരെയാണെന്ത് പുറന്തോടിൻ്റെ കട്ടി എന്നാണ്. അപ്പോൾ ഈ കട്ടി പിന്നെ സമുദ്രങ്ങളിൽ പിന്നെ 5 കിലോമീറ്ററാണ്. 5 കിലോമീറ്ററിന് താഴെയാണെന്ത് സമുദ്രങ്ങളിലുള്ള ഈ ഭൂമിയുടെ പുറന്തോടിൻ്റെ കട്ടി കേവലം 5 കിലോമീറ്ററിൽ താഴെയാണ്. അതേസമയം പർവ്വതങ്ങളുടെ താഴെയുള്ള പുറന്തോടിൻ്റെ കട്ടി എത്രയാണ്, 80 കിലോമീറ്ററാണ്. 80 കിലോമീറ്ററാണ് ഒരു പർവ്വതങ്ങളിലുള്ള പിന്നെ താഴേക്ക് ഭൂമിയുടെ ക്രസ്റ്റുള്ളത് എന്ന് പറഞ്ഞാൽ അതൊരാണിയാണ്. അപ്പോൾ ഒരു ആണി എന്നുള്ള പ്രയോഗം എന്താണ്, ആണിയുടെ മുകളിലേക്കുള്ള അത്രയും എന്ത് ചെയ്യും, താഴേക്കുണ്ടാവും. അപ്പോൾ പർവ്വതങ്ങൾ നമ്മൾ മുകളിലേക്ക് കാണുന്നത് പോലെ താഴെയിലേക്കും അതിനുള്ള വേരുകളുണ്ട് എന്ന് കൃത്യമായി പിന്നെ ശാസ്ത്രം കണ്ടെത്തി. ഇതാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രയോഗം. നോക്കൂ എത്ര പ്രിസൈസാണ്. ആ ആണി എന്നുള്ള പ്രയോഗം ഭൂമിയെ ബാലൻസ് ചെയ്യാനാണ് പർവ്വതങ്ങൾ ഉണ്ടാക്കി, വളരെ അടുത്താണ്. ഇപ്പോൾ പിന്നെ മുമ്പ് കോഴിക്കോട് അടുത്ത് പിന്നെ കോട്ടൂളി പ്രദേശത്തൊരു ഭൂമി ചലനം ഉണ്ടായപ്പോൾ പിന്നെ നമ്മളെ സാലിം ഖാൻ അന്ന് അവിടെ പോയിരുന്നു. പിന്നെ ജിയോളജിസ്റ്റുകളൊക്കെ വന്ന് പഠനം നടത്താൻ വേണ്ടി വന്നപ്പോൾ അപ്പോൾ അവർക്കിത് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായി എന്നാണ്. അവർ കേട്ടില്ല. ഈ സംഗതികൾ പറഞ്ഞപ്പോൾ അതുപോലെ എക്സാക്ട്ലി സെയിമാണ് സംഭവം എന്ന് പറഞ്ഞത് ഈ ഭൂമിക്ക് ആണികളാക്കി എന്നുള്ളത്. അപ്പം നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ഈ മെസ്സേജസ് അവർക്ക് കൺവേ ചെയ്യണം. അപ്പോൾ സയൻസ് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫിർഔന്റെ പിന്നെ മുമ്പിൽ ഈ സാഹിര്യങ്ങൾ മുഴുവൻ സുജൂദിൽ വീണ പോലെ സാഹിര്യങ്ങൾക്ക് അറിയാം എന്ത്, ഇതൊരിക്കലും സിഹ്റല്ല എന്ന്, മൂസാ നബിയുടെ വടി ഇതിനപ്പുറമാണ് എന്ന് മനസ്സിലാവും. അതുപോലെ സയൻസ് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇത് യഥാർത്ഥത്തിൽ എന്താണ്, ഇത് മനുഷ്യന്മാരുടെ കൈകൊണ്ട് എഴുതിയതല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് എന്ന് അവർക്ക് മനസ്സിലാകും. ഈ രൂപത്തിൽ ഇതിൽ എർത്ത് എന്ന് പറഞ്ഞ പുസ്തകം ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള പുസ്തകമാണ്. പല യൂണിവേഴ്സിറ്റിയിലും പിന്നെ ടെക്സ്റ്റായിട്ടുള്ള പിന്നെ ഫ്രാങ്ക് പ്രസ് എന്ന ആൾ എഴുതിയ അല്ലെങ്കിൽ റേമണ്ട് സീവറും കൂടി എഴുതിയൊരു പുസ്തകമാണ്. അപ്പോൾ ഇതിൽ പറയുന്ന വേർഡ്സാണ്, മൗണ്ടൻസ് ഹാവ് അണ്ടർലൈങ് റൂട്ട്സ്, താഴേക്ക് വേരുകളുണ്ട്. ദീസ് റൂട്ട്സ് ആർ ഡീപ്ലി എംബഡഡ് ഇൻ ദ ഗ്രൗണ്ട്, ദസ് മൗണ്ടൻസ് ഹാവ് എ ഷേപ്പ് ലൈക്ക് എ പെഗ്. കൃത്യമായി പറയണത് ആണി പോലെയാണ് പർവ്വതങ്ങൾ എന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ഫൈൻഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. വാഷിങ്ടണിലെ നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൻ്റെ പ്രസിഡൻ്റായ ആളാണിത്. പിന്നെ ഇതുപോലെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു പരാമർശമാണെന്ത്, 2 തരത്തിലുള്ള പിന്നെ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. 2 കടലുകളെ തമ്മിൽ കൂടിച്ചേരത്തക്ക വിധം അവൻ അയച്ചുവിട്ടു
എന്നിട്ട് പറഞ്ഞത് ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ. അപ്പോൾ രണ്ട് കടലുകൾ ഒന്നിച്ച് കൂടി ചേരുന്നുണ്ടെങ്കിലും അതൊരിക്കലും ഒരു ഹോമോജീനിയസ് മിക്സിംഗ് അല്ല. എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ അതിന് രണ്ടിലും ഇടയിലൊരു വലിയൊരു ബാരിയർ ഉണ്ട്. ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ. അവ രണ്ടിനും ഇടയ്ക്ക് അവ അന്യോന്യം അതിക്രമിച്ച് കിടക്കാത്ത വിധം ഒരു തടസ്സമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ഈ ഒരു കടൽ മറ്റേലേക്ക് അതിക്രമിച്ച് കളയില്ല, ഇതെങ്ങോട്ടുമില്ല. ഇത് തമ്മിലുള്ള ഒരു ബാരിയറോട് കൂടിയുള്ള കൂടിച്ചേരലിനെ പറ്റിയാണെന്ത് വിശുദ്ധ ഖുർആന്റെ പരാമർശം. അതുപോലെ പറഞ്ഞത് അമ്മൻ ജഅലൽ അർദ ഖറാറൻ വജഅല ഖിലാലഹ അൻഹാറൻ വജഅല ലഹ റവാസിയ വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസൻ അഇലാഹും മഅല്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. അഥവാ ഭൂമിയെ നിവാസയോഗ്യമാക്കുകയും അതിനിടയിൽ നദികൾ ഉണ്ടാക്കുകയും അതിന് ഉറപ്പ് നൽകുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കുകയും ഇതൊക്കെ പറഞ്ഞെന്ത് എന്നിട്ട് രണ്ടു തരം ജലാശയങ്ങൾക്കിടയിൽ ഒരു തടസ്സമുണ്ടാക്കുകയും ചെയ്തവനോ അതോ അവരുടെ ദൈവങ്ങളോ അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ദൈവവുമുണ്ടോ? അല്ല, അവരിൽ അധിക പേരും അറിയുന്നില്ല. ഈ കൺസെപ്റ്റൊക്കെ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഇനിയും നിങ്ങൾക്ക് വേറെ ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്? രണ്ട് ജലാശയങ്ങൾക്കിടയിലുള്ള ഒരു ബാരിയറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. വേറൊരു പറഞ്ഞെന്ത് وهو الذي مرج البحرين هذا عذب فرات وهذا ملح أجاج وجعل بينهما برزخا وحجرا محجورا. രണ്ട് ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടു. ഒന്ന് സ്വച്ഛമായ ശുദ്ധജലം, ഇത് മറ്റേ രണ്ട് ജലാശയങ്ങളും ഇതെന്താണ്? ഒന്ന് സ്വീറ്റ് വാട്ടർ, മറ്റൊന്ന് സാൾട്ടാണ്. അത് സ്വച്ഛമായ ശുദ്ധജലം, മറ്റൊന്ന് അരോചകമായി തോന്നുന്ന ഉപ്പുവെള്ളവും. അവ രണ്ടിനുമിടയിൽ ഒരു മറയും ശക്തിയായ ഒരു തടസ്സവും അവൻ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇത് ഓഷ്യനോളജിസ്റ്റുകൾ, സമുദ്രശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഈ രണ്ട് കടലുകൾക്കിടയിലുള്ള ബാരിയറിനെ കുറിച്ച് അവർ കൃത്യമായി പറഞ്ഞു. ഒന്ന്, നമുക്ക് പല സ്ഥലങ്ങളിലും ഇത് കാണാം. ഇപ്പോൾ മെഡിറ്ററേനിയനും അതുപോലെ അറ്റ്ലാന്റിക് ഓഷ്യനും ഇത് രണ്ടും കൂടി ചേർന്ന സ്ഥലമാണെന്ത് ജിബ്രാൾട്ടർ. ഈ ജിബ്രാൾട്ടറിൽ ഇത് രണ്ടും, ഈ മെഡിറ്ററേനിയൻ കടൽ അതുപോലെ അറ്റ്ലാന്റിക് ഓഷ്യനും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്ത് കൃത്യമായ നിരീക്ഷണം സമുദ്രശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ട് പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു ബാരിയർ ഉണ്ടെന്ന്. അപ്പോൾ ഈ ബാരിയറിലുള്ള ഡെൻസിറ്റി ഒരിക്കലും തന്നെ ഈ രണ്ട് കടലിൽ നിന്നും വ്യത്യസ്തമായൊരു ഡെൻസിറ്റിയാണെന്ത് ഈ ബാരിയറിലുള്ളത് എന്നാണ്. അതുപോലെ കേപ്പ് പോയിന്റ്, കേപ്പ് പെനിൻസുല, സൗത്ത് ആഫ്രിക്ക, അറ്റ്ലാന്റിക് ഓഷ്യനും അതുപോലെ ഇന്ത്യൻ ഓഷ്യനും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്തും ഈ ബാരിയറുകൾ നമുക്ക് കാണാം എന്നുള്ളതാണ്. ഇതാണ് ജിബ്രാൾട്ടർ. ജിബ്രാൾട്ടറിലാണെന്ത് ഭാഗത്ത് മെഡിറ്ററേനിയൻ ആണ്, മറ്റൊന്നെന്താണ് അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ഈ രണ്ട് കടലുകൾ തമ്മിലുള്ള കൂടിച്ചേരുന്ന സ്ഥലമാണെന്ത് ജിബ്രാൾട്ടർ. അപ്പോൾ the Mediterranean sea water as it enters the Atlantic over the Gibraltar sill with its own warm, saline and less dense characteristic because of the barrier that distinguishes between them എന്നുള്ളതാണ് മറൈൻ ജിയോളജിയിൽ ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ഒരു ഈ മറക്കുള്ള ഈ ഡെൻസിറ്റി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അറ്റ്ലാന്റിക് ഓഷ്യനും മെഡിറ്ററേനിയൻ രണ്ടിൽ നിന്നും വ്യത്യസ്തമായൊരു ഡെൻസിറ്റിയിലുള്ള ഒരു കൃത്യമായൊരു വാള് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത് നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ എസ്റ്റോറീസ്, ഈ കടലും പുഴയും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്തുള്ള ബാരിയറും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. ഇത് ഒരു എസ്റ്റോറിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂറിൽ 24-ാമത്തെ അധ്യായം 40-ാമത്തെ സൂക്തത്തിൽ പറയുന്നതാണെന്ത് ഔഖദുലുമാതിൻ ഫി ബഹരിൻ ലുജ്ജിയിൻ യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ് മിൻ ഫൗഖിഹി സഹാബൻ ളുലുമാതുൻ ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹ വമൻ ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. ഇത് സമുദ്രത്തിൻ്റെ ആഴക്കടലിലുള്ള അന്ധകാരത്തെക്കുറിച്ച് പറയുന്ന ആയത്താണ്. എന്താ പറഞ്ഞ്? ആഴക്കടലിലുള്ള ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ പ്രവർത്തനം. ഒരു എക്സാമ്പിൾ പറയണം. ആളുകളുടെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെക്കുറിച്ചുള്ള എക്സാമ്പിൾ പറയുന്നത് പോലും ഒരു സയൻറ്റിഫിക് ഫാക്ട് വെച്ചിട്ടാണെന്നുള്ള. എന്താ പറഞ്ഞ്? തിരമാല അതിനെ പൊതിയുന്നു, കടലിനെ തിരമാല പൊതിയുന്നു, എന്നിട്ടോ അതിനു മേലെ വീണ്ടും തിരമാല, അതിനു മേലെ കാർമേഘം, അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. അപ്പോൾ ഒരു സമുദ്രത്തിൻ്റെ മേലെയുള്ള ഇരുട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവന് കാണാൻ സാധ്യമല്ല. അത്രയും അധികം ഇരുട്ടാണ് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത്. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പറയുകയാണെന്ത്? ആ വെളിച്ചത്തെക്കുറിച്ചും ഇരുട്ടിനെക്കുറിച്ചും പറഞ്ഞു എന്ത്? അള്ളാഹുവിൻ്റെ പ്രകാശം കിട്ടിയാൽ ആ വെളിച്ചം കിട്ടാത്തവൻ അന്ധകാരത്തിലാണ്. ഏതുപോലെ? സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്ത് പോയ ഒരാളെ പോലെ ആണെന്ത്? അള്ളാഹുവിൻ്റെ പ്രകാശം കിട്ടാത്തവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ പ്രയോഗമാണ്. അപ്പോൾ അവിടെ മേലെയുള്ള കാർമേഘത്തിൻ്റെ ഡാർക്ക്നെസ്സും പിന്നെയുള്ള തിരമാലകളുടെ ഡാർക്ക്നെസ്സും ഒക്കെ അവിടെ സൂചിപ്പിച്ചു.
അപ്പോൾ സമുദ്രശാസ്ത്രജ്ഞന്മാർ പഠിച്ചു, എന്ത് ചെയ്തു, പറഞ്ഞു അവരെന്ത് സീനെ 3 ലെവലാക്കി തിരിച്ചു. ഒന്നാമത്തെ ലെവലാണെന്ത്, മേലുള്ള ലെവൽ, സൺലൈറ്റ് ലെവൽ എന്നാ അല്ലെങ്കിൽ യൂഫോട്ടിക് ലെവൽ എന്നാ പറയാം ഈ സോണിന്. അത് ഏതാണ്, 200 മീറ്റർ, സമുദ്രത്തിന് മേലുള്ള 200 മീറ്ററിനാണ് എന്ത് പറയുക, ഈ സൺലൈറ്റ് സോൺ എന്ന് പറയാം. രണ്ടാമത്താണെന്ത് ഡിസ്ഫോട്ടിക്, അത് 200 മുതൽ 1000 മീറ്റർ, അത് 1 കിലോമീറ്റർ വരെ, 200 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസുള്ള മധ്യഭാഗമാണെന്ത് ഡിസ്ഫോട്ടിക് എന്ന് പറഞ്ഞ സോൺ. മൂന്നാമത്തെ ആഫോട്ടിക് സോൺ, അതിന് പറയുന്ന മിഡ് നൈറ്റ് സോൺ എന്നാണ് പറയാം. മിഡ് നൈറ്റ് സോൺ 1000 മീറ്ററിന് താഴെയുള്ള സമുദ്രത്തിൻ്റെ ഭാഗമാണെന്ത് മിഡ് നൈറ്റ്. അത് മിഡ് നൈറ്റ് എന്ന് പറയാൻ കാരണം എന്താ, അതിൽ തീരെ സൂര്യപ്രകാശം എത്തൂലാണ്, ഒരിക്കലും സൺലൈറ്റ് എത്താത്ത ഒരു സ്ഥലമാണെന്ത് ആഴക്കടലിലുള്ള 1000 മീറ്ററിന് താഴെയുള്ള അഫോട്ടിക് സോൺ അല്ലെങ്കിൽ മിഡ് നൈറ്റ് സോൺ എന്ന് പറയുന്ന സോൺ എന്നുള്ള. അപ്പോൾ ഇവിടെ 2 പ്രോസസ്സാണുള്ളത്. ഒന്ന് നമുക്ക് ഫിസിക്സ് അറിയാവുന്നവർക്കറിയാം, റിഫ്രാക്ഷനും അതുപോലെ റിഫ്ലക്ഷനും. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ മഴവില്ല് കാണാറുണ്ട്. ഈ മഴവില്ല് എങ്ങനെയാണ്, സൂര്യപ്രകാശം ഈ മഴ വെള്ളത്തിൻ്റെ കണികകളിലൂടെ വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, 7 കളറ്, വിബ്ജോർ എന്ന് പറയുന്ന 7 കളറ് കൂടിയതാണ് നമ്മുടെ പ്രകാശം. അപ്പോൾ ഇതിൽ ഓരോ പ്രകാശത്തിനും ഓരോ വേവ് ലെങ്താണ്. നമ്മൾ വൈകിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ കാണുന്ന നിറം എന്താണ്, അത് ചുവപ്പാണ്. കാരണം എന്താ, ഏറ്റവും കൂടുതൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന റെഡും ഓറഞ്ചൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രകാശരശ്മികൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൈകിട്ട് കാണുന്നത്. അത്രയും ദൂരം സഞ്ചരിക്കും, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും, റിഫ്രാക്ട് ചെയ്ത് പോകുന്നില്ല. നമ്മൾ ഈ പ്രിസം ഒക്കെ വെച്ചുകൊണ്ട് ഒരു പ്രകാശത്തെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ റിഫ്രാക്ട് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നുണ്ട്, ഓരോന്നിനും വ്യത്യാസമുണ്ട്. അപ്പോൾ കടലിലേക്ക് പതിക്കുന്ന ഈ സൂര്യപ്രകാശം പല ലെവലിലുള്ള വേവ്സിലൂടെ പോയിക്കൊണ്ട് എന്ത് ചെയ്യാണ്, താഴെ എത്തുമ്പോഴേക്കും റിഫ്രാക്ട് ചെയ്ത് ആദ്യത്തിൽ എന്ത് ചെയ്യും, വയലറ്റ് പോകും, പിന്നെ അങ്ങനെ ഓരോന്നും പോയി ഓരോ കളറ് പോയി അവസാനം എല്ലാ കളറും പോയിട്ട് ഫുൾ ഇരുട്ടാവും എന്ത് ചെയ്യുന്നു, ഏറ്റവും ലാസ്റ്റ് 1000 മീറ്റർ എത്തുമ്പോഴെന്നുള്ള ഒന്ന്. മറ്റൊന്ന് റിഫ്ലക്ഷനാണ് എന്ന് പറഞ്ഞാൽ നേരെ വരുന്ന ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് കളയും, മേഘങ്ങൾ ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് കളയും. അതാണ് ആദ്യം സഹാബിനെ കുറിച്ച് പറഞ്ഞു, മേഘങ്ങൾ ഉണ്ടാക്കുന്ന ഇരുട്ട്. അതിനുശേഷം ഈ സമുദ്രത്തിലുള്ള വേവുകൾ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്ത് കളയും, ഷൈനിങ് ഒരു ഇതുണ്ടാക്കിക്കൊണ്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് കളയും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതും പോകും. അപ്പോൾ ഈ 2 പ്രോസസ്സ് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ താഴെ മുഴുവനും തന്നെ ഇരുട്ട് എന്നത് ശാസ്ത്രം വളരെ കൃത്യമായി അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് ഓരോ മീറ്ററിൽ 10 മുതൽ 15 മീറ്ററിലാണെന്ത് റെഡ് കളർ പോകും. അതുപോലെ ഓറഞ്ച് എന്ത് 30 മുതൽ 50 മീറ്ററിൻ്റെ ഉള്ളിൽ ഓറഞ്ചും പോയി. പിന്നെ ഉള്ളത് യെല്ലോ ആണ്. യെല്ലോ എന്ത് ചെയ്ത് 50 മുതൽ 100 മീറ്ററിൽ യെല്ലോ പോയി. 100 മുതൽ 200 മീറ്ററിൽ ഗ്രീനും പോയി. പിന്നെ അവസാനം ബാക്കിയുള്ളത് ബ്ലൂവും അതിനപ്പുറമുള്ള എന്ത് ചെയ്യും, 200 മീറ്റർ കഴിഞ്ഞാൽ അതും പോയി. വയലറ്റ് ആൻഡ് ഇൻഡിഗോ എബോവ് 200 മീറ്റേഴ്സ്. അപ്പോൾ ഈ കളർ മുഴുവൻ പോയിട്ട് എന്ത് ചെയ്യും, അവസാനം ഒരു ഡാർക്ക്നെസ്സിലേക്ക് സമുദ്ര അന്തർഭാഗം വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചുള്ള പ്രയോഗം എത്ര കൃത്യമായ പ്രയോഗമാണ് എന്ന് നോക്കാം. അതുപോലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ താഹയിലും സൂറത്തുൽ റഅദിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂക്തങ്ങളാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർദ മഹദൻ വസലക ലക്കും ഫീഹാ സുബുലൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജനാ ബിഹി അസ്വാജൻ മിൻ നബാത്തിൻ ശത്താ. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ തൊട്ടിലാക്കുകയും നിങ്ങൾക്കതിൽ വഴികൾ ഏർപ്പെടുത്തി തരികയും ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കിത്തരികയും ചെയ്തവനത്രേ അവൻ. അങ്ങനെ ആ വെള്ളം മൂലം വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളുടെ ജോഡികൾ നാം ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ഈ പ്ലാന്റ്സിൽ മെയിലും ഫീമെയിലും ഉണ്ട് എന്നുള്ള കൺസെപ്റ്റ് അടുത്ത കാലത്താണ് എന്ത് ചെയ്ത് ശാസ്ത്രം മനസ്സിലാക്കുന്നത്. പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. എന്ന് പറഞ്ഞു, വഹുവല്ലദീ മദ്ദൽ അർദ വജഅല ഫീഹാ റവാസിയ വഅൻഹാറൻ വമിൻ കുല്ലി الثمرات ജഅല ഫീഹാ സൗജൈൻ ഇത്നൈൻ യുഗ്ശി അൽ-ലൈൽ യുഗ്ശിൽ-ലൈല അൻ-നഹാറ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറുൻ. ഇവിടെയും പറഞ്ഞു അവസാനം എന്തേത്, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രം ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത്. അവനാണ് ഭൂമിയെ വിശാലമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളും നദികളും ഉണ്ടാക്കുകയും ചെയ്തവൻ. എല്ലാ ഫലവർഗ്ഗങ്ങളിൽ നിന്നും അവൻ അതിൽ നിന്ന് 2 ഇണകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവൻ രാത്രിയെ കൊണ്ട് പകലിനെ മൂടുന്നു. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ഈ ഫ്ലവറുകൾ, ഓരോ പ്ലാന്റിലുള്ള ഫ്ലവറുകൾ, പിന്നീട് ആ പ്ലാന്റിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ്, ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയാണെന്ത്, പ്ലാന്റിൽ മെയിലും ഫീമെയിലും ഇണകളുണ്ട് എന്നുള്ളത് ഖണ്ഡിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാം. അപ്പോൾ ബോട്ടണിയിലുള്ള ലേറ്റസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട് എന്നുള്ളത് വളരെ അടുത്ത കാലത്ത് മാത്രമാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ പറഞ്ഞു എല്ലാം പെയറാണ്, ജോഡികളാണ്.
വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ 2 ഇണകളെ നാം സൃഷ്ടിച്ചു, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അവിടെയും പറഞ്ഞു നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി. എന്തിന് ഇണകൾ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങളിലും അവരുടെ സ്വന്തം വർഗ്ഗങ്ങളിലും അവർക്കറിയാത്ത വസ്തുക്കളിലും പെട്ട എല്ലാ ഇണകളെയും സൃഷ്ടിച്ചവൻ എത്ര പരിശുദ്ധൻ എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനടക്കമുള്ള മുഴുവൻ ജീവജാലങ്ങളിലും പേര് ഉണ്ട് എന്നുള്ളത്, ജീവനുള്ളതിലും അല്ലാത്തതിലും പോലും പേരുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ പക്ഷികളും മൃഗങ്ങളും അവർക്ക് നമ്മളെപ്പോലെ സമൂഹങ്ങൾ ഉണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈ അടുത്ത കാലത്താണ് ആൻറ്റ് കോളനൈസേഷനെ കുറിച്ച്, ഈ ഉറുമ്പിൻ്റെ കോളനിയെക്കുറിച്ചും ഒക്കെ ഈ ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് സമൂഹമുണ്ട് എന്നുള്ള കൺസെപ്റ്റ് ആളുകൾ മനസ്സിലാക്കുന്നത്, ശാസ്ത്രം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി വലാ ത്വാഇറിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമ്മമുൻ ഇല്ലാ ഉമമുൻ അംസാലുക്കും മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ സുമ്മ ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ. ഭൂമിയിലുള്ള ഏതൊരു ജന്തുവും 2 ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും നിങ്ങളെപ്പോലെയുള്ള ചില സമൂഹങ്ങൾ മാത്രമാകുന്നു. ഗ്രന്ഥത്തിൽ നാം യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല, പിന്നീട് തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് അവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് എന്നാണ്. അപ്പോൾ എനിമൽസിലും ബേർഡ്സിലും ഒക്കെ എന്താണ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഹൈലി ഓർഗനൈസ്ഡ് ആണ്. അവരുടെ ജീവിതം, അവരുടെ ജോലി ഒക്കെ എന്താണ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്നു എന്ന് കാണാൻ സാധിക്കും. അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫി ജവ്വി സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിട്ട് കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോൽക്കുന്നില്ലേ? അള്ളാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിലെന്തുണ്ട്? തീർച്ചയായും ദൃഷ്ടാന്തമുണ്ട്. എന്താ? പക്ഷി വളരെ ലൈറ്റായിട്ടുള്ള വെയിറ്റ്. എത്ര അതിൻ്റെ വെയിറ്റ്? പക്ഷേ ഇത് വളരെ കുറഞ്ഞ ഭക്ഷണം മാത്രമാണ് ആ പക്ഷി കഴിക്കുന്നത്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ 1000-10,000 കിലോമീറ്റർ ഒറ്റ സിംഗിൾ ഫ്ലൈറ്റിൽ പറക്കാൻ സാധിക്കുന്ന പക്ഷികളുണ്ട്. നമുക്കറിയാം ആർട്ടിക് ടേൺ പോലെയുള്ള പക്ഷികൾ, ഒരുപാട് പക്ഷികൾ ഇങ്ങനെ പറക്കാൻ സാധ്യതയുള്ളത്. ഈ പറക്കുന്ന പക്ഷികൾക്ക് കിട്ടുന്ന എനർജി, എങ്ങനെ അവർക്ക് എനർജി കിട്ടി? സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അവരുടെ ഗൈഡൻസ്, എങ്ങനെ കൃത്യമായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അവർക്ക് എത്താൻ സാധിക്കും? പക്ഷിയുടെ ദേശാടനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നവരാണ്. അപ്പോൾ ഈ ഒരു ഗൈഡൻസ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവർക്ക് ഗൈഡൻസ് കൊടുത്തതിനനുസരിച്ചാണ് അവർ പോകുന്നത്. പ്രീ പ്രോഗ്രാംഡ് ആണ് എന്നുള്ളത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന 2 രൂപത്തിലുള്ള പറക്കലാണ്. ചിറക് വിടർത്തിക്കൊണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? പരമകാരുണികനല്ലാതെ മറ്റാരും അവയെ താങ്ങി നിർത്തുന്നില്ല. തീർച്ചയായും അവർ എല്ലാ കാര്യവും കണ്ട് അറിയുന്നവനാകുന്നു. അപ്പോൾ ഈ ഒരു പ്രീ പ്രോഗ്രാം അനുസരിച്ചാണ് ഫ്ലൈറ്റ്സിൻ്റെ ബേർഡ്സിൻ്റെ ഫ്ലൈറ്റ്, അവരുടെ പറക്കൽ എന്നുള്ളത് കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൈര്യപ്പെടുത്തിയിട്ട് പറയുകയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? വിശ്വാസികളായ ആളുകളെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ നമുക്ക് സമയമില്ല പലപ്പോഴും. അതുപോലെ തേനീച്ചയെക്കുറിച്ച് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇവിടെ ഉള്ള പ്രയോഗം ഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ ثم كلي من كل الثمرات فسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآيات لقوم يتفكرون. ഇവിടെ തേനീച്ചകളെക്കുറിച്ച് പറഞ്ഞ ആയത്താണ്. ഇവിടെ ആ പ്രയോഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തേനീച്ചകൾ 3 ടൈപ്പ് തേനീച്ചകളാണ് അറിയാം. ഏറ്റവും വലിയ ഈച്ചയാണെന്ത്? റാണി, കൂട്ടിലിരിക്കുന്ന അകത്തിരിക്കുന്ന റാണി. പിന്നീട് കുറേ മടിയന്മാരായ കുറേ പുരുഷന്മാരുണ്ട്. ഇവരാണ് എന്ത് ചെയ്യുക? ഒരു ഇടത്തരം ഈച്ചകളാണത്. പിന്നെ പണിയെടുക്കുന്നത് മുഴുവൻ ആരാ? പെണ്ണുങ്ങളാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയലുണ്ട് തേനീച്ചയെ പോലെയാണ് ഇന്നത്തെ ലോകം. ആളുകൾ മുഴുവൻ, പെണ്ണുങ്ങൾ മുഴുവനും ഞങ്ങൾ പണിക്ക് പോകണം എന്ന് പറയുകയും ആണുങ്ങൾ മടിയന്മാരായി വീട്ടിലിരിക്കുകയുമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പണിയെടുക്കുന്ന പെണ്ണുങ്ങളോടുള്ള കൽപ്പനയാണെന്ത്? സ്ത്രീയോട് പറയുന്ന വാക്കുകളാണ് ഇവിടെ സൂചിപ്പിക്കുക. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദീ. തഖിദീ എന്നത് പെണ്ണിനോടുള്ള കൽപ്പനയാണ്. മിനൽ ജിബാലി ബുയൂതൻ വമിന ശജരി വമിമ്മാ യഅരിശൂൻ. പിന്നെ പറഞ്ഞത് സുമ്മ കുലി, തിന്നാനാ പറഞ്ഞത്. കുൽ എന്ന് പറഞ്ഞാൽ തിന്നാൻ പറഞ്ഞു. കുലി എന്ന് പറഞ്ഞാൽ പെണ്ണിനോടാ. സുമ്മ കുലി മിൻ കുല്ലി സമറാത്തി ഫസ്ലുകി സുബില റബ്ബിക ദുലലൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 1-2 സംഗതി. ഒന്ന്, ഈ പ്രയോഗങ്ങളിലുള്ള കൃത്യത. വളരെ കൃത്യമായി പെൺതേനീച്ചയാണ്
പുറത്തു പോയി അധ്വാനിച്ചുകൊണ്ട് പൂക്കളിൽ നിന്നും ശേഖരിച്ച് തേനുണ്ടാക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് ഈ അടുത്ത കാലത്താണെന്ത് ശാസ്ത്രലോകം മനസ്സിലാക്കി. പക്ഷേ വിശുദ്ധ ഖുർആന്റെ ഈ പ്രയോഗം വളരെ കൃത്യമാണ്. അപ്പോൾ നിന്റെ നാഥൻ തേനീച്ചയ്ക്ക് ഇപ്രകാരം ബോധനം നൽകി, മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുയർത്തിയവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കി, പിന്നെ എല്ലാതരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചു കൊള്ളുക. അപ്പം എല്ലാ ഫ്രൂട്ട്സൊന്നും എടുക്കാം. എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗ്ഗങ്ങളിൽ നീ പ്രവേശിച്ചു കൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പാനീയം പുറത്തു വരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ഈ തേനീച്ചയുടെ വയറ്റിൽ നിന്നാണ് തേന് ഉണ്ടാകുന്നത് എന്നത് അടുത്ത കാലത്തുള്ള ഫൈൻഡിങ്ങാണ്. അത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നേരത്തെ തന്നെ അതിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞു. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത് നംലത്തുൻ യാ അയ്യുഹൻ നംല ദുഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പട്ടാളം പോകുമ്പോൾ ഉറുമ്പിൻ്റെ സംസാരം സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലാകുമായിരുന്നു. അത് അദ്ദേഹത്തിനുണ്ടായിരുന്ന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്ന മുഅ്ജിസത്തായിരുന്നു, അമാനുഷിക ദൃഷ്ടാന്തമാണ്. അപ്പോൾ ഈ ഉറുമ്പുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അന്ന് വിവരമില്ലാത്ത കുറേ ആളുകൾ ഉറുമ്പിൻ്റെ സംസാരം മനസ്സിലാവുമോ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉറുമ്പല്ല, അതൊരു നംലത്ത് കാരണം നംല വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത കുറേ വിവരമില്ലാത്ത, ശാസ്ത്രത്തെക്കുറിച്ച് വിവരമില്ലാത്ത ആളുകൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇപ്പം ഇന്ന് ലേറ്റസ്റ്റ് ഫൈൻഡിങ് എന്താണ്? ഉറുമ്പ് എന്ന് അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നും അവർക്ക് മാർക്കറ്റ് ഉണ്ട്, സാധനം വിൽക്കുന്ന മാർക്കറ്റ് വരെ അവർക്കുണ്ടെന്നും അവർ സാധനങ്ങളൊന്നായിട്ട് വിൻ്ററിലും സമ്മറിലും സ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അവർക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിടും എന്നൊക്കെ കൃത്യമായി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സയൻസ് പറയുന്നുണ്ട്. അതുപോലെ അവരുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നത് ഒരു കെമിക്കൽ ഫെറോമോൺ കമ്മ്യൂണിക്കേഷനാണ് അവർ നടത്തുന്നത് എന്നൊക്കെ. ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരു സ്ഥലത്തുനിന്നൊരു വിവരം, ഒരു ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്ന ഈ റൂട്ടിംഗ് അൽഗോരിതത്തെക്കുറിച്ച് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് കോളനൈസേഷൻ അല്ലെങ്കിൽ ഉറുമ്പ് എങ്ങനെയാണ് റൂട്ട് കണ്ടുപിടിക്കുന്നത് എന്നത് നോക്കിയിട്ടുള്ള പുതിയ റൂട്ടിംഗ് അൽഗോരിതത്തെക്കുറിച്ചൊക്കെ ആളുകൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ഉറുമ്പിനെ കുറിച്ചുള്ള പരാമർശമാണ് ഇത്. ഒന്ന് രണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. എംബ്രിയോളജിക്കൽ സ്റ്റേജ് നമുക്കൊക്കെ അറിയാവുന്നതാണത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ. തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്നും നാം സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത് അസ്ലിയായ എന്താണ്? കളിമൺ സത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ. പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ഒരു ബീജമായിക്കൊണ്ട് ആ ബീജത്തെക്കുറിച്ച് പറഞ്ഞത് നുത്ഫത്തുൻ അംശാജ് എന്ന മിക്സഡ് ആണ് എന്ന് പറഞ്ഞാൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും അംശം കൂടിച്ചേർന്ന ഒരു ബീജമാണ് വാസ്തവത്തിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത് അതിൽ നിന്നാണ്. അത് എവിടെ വെച്ചു? ഫീ ഖറാറിൻ മക്കീൻ. അത് കൃത്യമായ ഭദ്രമായൊരു സ്ഥലത്ത്. ഏതാണ് ആ ഭദ്രമായ സ്ഥലം? ഗർഭാശയമാണ്, ഏറ്റവും ഭദ്രമാണ്. അതെങ്ങനെ ഭദ്രമാക്കി എന്നതും വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. എന്നിട്ട് എന്ത് ചെയ്തു? ثم خلقنا النطفة علقة. പിന്നീട് എന്താക്കി? അലക്കാക്കി. അപ്പോൾ ഈ അലക്ക് എന്ന് പറഞ്ഞത് അതിന് ആ പ്രയോഗങ്ങളാണെന്ത്? അതിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത് ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവാക്കി. അപ്പോൾ ഈ അലക്കിന് പല അർത്ഥങ്ങളും പറയാറുണ്ട്. അത് സാധാരണ ഒരു സർക്കുലേറ്റിംഗ് ബ്ലഡ് അല്ല, ഒരു കേവലം ഒരു മാംസ പിണ്ഡം പോലെയുള്ള ഒരു രക്തപിണ്ഡമാണ്. അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനമാണെന്ത് വാസ്തവത്തിൽ ഈ അലക്ക് എന്നുള്ളത്. ഫഖലഖനൽ അലഖത മുദ്ഗതൻ. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഭ്രൂണത്തെ പിന്നീട് എന്ത് ചെയ്തു? ഒരു മാംസപിണ്ഡമാക്കി. അവിടെ ആ മുദ്ഗത്തിനെ കുറിച്ച് പറഞ്ഞവും ഒരു സാധാരണ നമ്മളൊരു ഗമ്മൊക്കെ വായിലിട്ടുകൊണ്ട് കടിച്ചല്ല പാട് ആ കടിച്ച അവസ്ഥയിലുള്ളൊരു സാധനം അതുപോലെയാണെന്ത് ഭ്രൂണത്തിൻ്റെ ആ അവസ്ഥ എന്നത് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. ഫഖലഖനൽ മുദ്ഗത ഇളാമൻ. പിന്നീട് എന്ത് ചെയ്തു? അതിന് എല്ലുകൾ. പിന്നെ ഫകസൗനൽ ഇളാമ ലഹ്മ. ആ എല്ലുകൾ എന്ത് ചെയ്തു? മാംസം കൊണ്ട് പൊതിഞ്ഞു എന്ന്. ഇത്രയും വെച്ച് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു എന്ത്? സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ പ്രോസസ്സ് വരെ ഒരുവിധം എല്ലാ സസ്തനികളിലും ഇതേ പ്രോസസ്സാണ്. പക്ഷെ മനുഷ്യൻ്റെ കേസിൽ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്ത്? മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ഒരു പ്രത്യേക റൂട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതല്ല. സുമ്മ
അൻശഅനാഹു ഖൽഖൻ ആഖറ, ഒരു മറ്റൊരു സൃഷ്ടിപ്പായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണെന്ത് ഹ്യൂമൻ എംബ്രിയോ. ഇവിടെ നമ്മൾ സാധാരണ കമ്പയർ ചെയ്യാറുണ്ടെന്ന് അട്ടയോട്, ലീച്ച്. അട്ടയുടെ പ്രത്യേകത എന്താ? 2 പ്രത്യേകത. ഒന്നെന്താ, വയനാട്ടിൽ നമ്മൾ മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ അട്ടയെ കാണാം. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് അട്ട എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അട്ട കടിച്ച് തൂങ്ങും, പിന്നെയോ രക്തം കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ തൂങ്ങിക്കിടക്കുന്ന അതിലേക്ക് ആവശ്യമുള്ളതൊക്കെ വലിച്ചെടുക്കുന്ന ഒരു സാധനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് തൂങ്ങിക്കിടക്കുന്നത്. അത് കണ്ടോ, അത് ആ ഗർഭാശയത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു അലക്ക സ്റ്റേജിലാണ്. പിന്നീട് പറഞ്ഞത്, പിന്നീട് അതിൻ്റെ രൂപപരിണാമം മുതുകയായി. അപ്പോൾ ഈ മുതുകയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തത്, ഒരു ഗമ്മാണ്. ഒരു ഗമ്മ് കടിച്ച ഒരവസ്ഥയിലുള്ളതാണ്. അതുപോലെ ഉള്ള കടിച്ച ഒരവസ്ഥയിലുള്ളൊരു സാധനമാണെന്ത്, ഈ മുതുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഡെവലപ്പിംഗ് ഹ്യൂമനിൽ കെയ്ത്ത് മൂർ അത് പ്രത്യേകം പരാമർശിച്ച വിഷയമാണത്. പഴയ കൺസെപ്റ്റ് 1677 ഹാമും അതുപോലെ ലീവൻ ഹോക്കും ഇവരാണ് ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഈ ഹ്യൂമൻ സ്പേമിനെ കണ്ടുപിടിച്ച ഫസ്റ്റ്, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിച്ച ഫസ്റ്റ് സയൻറ്റിസ്റ്റുകളാണെന്ത് അവർ. അപ്പോൾ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ഞാൻ പറഞ്ഞു ഡോക്ടർ മൂറിനോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞാണെന്ത്, 30 വർഷം മുമ്പാണ് ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതെങ്കിൽ എനിക്കിതിന് മറുപടി പറയാൻ സാധ്യമാകുമായിരുന്നില്ല. കാരണം ഈ ഹ്യൂമൻ എംബ്രിയോ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, ഭ്രൂണത്തിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ശാസ്ത്രം പുരോഗമിച്ചത് ഈ അടുത്ത് മാത്രമാണ്, കഴിഞ്ഞ 30 വർഷത്തിൻ്റെ ഉള്ളിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് മനസ്സിലാവും. എങ്ങനെയാണ് ആ ഖറാറും മക്കീൻ, ആ ഗർഭാശയത്തെക്കുറിച്ച് പറഞ്ഞത്, ഖലഖകും മിൻ നഫ്സിൻ വാഹിദ സുമ്മ ജഅല മിൻഹാ സൗജഹ വഅൻസല ലക്കും മിനൽ അൻആമി 8 അസ്വാജ് യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാതിൻ 3 ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽകു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുസ്റഫൂൻ. ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, പിന്നീട് അതിൽ നിന്ന് അതിൻ്റെ ഇണയെയും അവൻ ഉണ്ടാക്കി. കന്നുകാലികളിൽ നിന്ന് 8 ജോഡികളെയും അവൻ നിങ്ങൾക്ക് ഇറക്കി, നിങ്ങളുടെ മാതാക്കളുടെ വയറിൽ നിങ്ങൾ അവൻ സൃഷ്ടിക്കുന്നു. അവിടെയാണ് ആ ഗർഭാശയത്തെക്കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു 3 തരം അന്ധകാരങ്ങൾക്കുള്ളിൽ സൃഷ്ടിയുടെ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായിക്കൊണ്ട് അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു എന്ന് പറഞ്ഞാൽ 3 അറകൾക്കുള്ളിലാണ് ആ ഗർഭാശയം എങ്ങനെ സുരക്ഷിതമാക്കി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവനാണ് ആധിപത്യം, അവനല്ലാതെ യാതൊരു ദൈവവുമില്ലെന്നിരിക്കും നിങ്ങൾ എങ്ങനെയാണ് സത്യത്തിൽ നിന്നും തെറ്റിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 39ാമത്തെ ചാപ്റ്ററാണ് 6ാം സൂക്തം. അപ്പോൾ ഇതിന് നമ്മളുടെ എംബ്രിയോളജിസ്റ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താ, ഇതാണ് ആ 3 എണ്ണം. ഒന്ന് ആൻറ്റീരിയർ അബ്ഡോമിനൽ വാളാണ്, അതായത് ഒരു ഉദര ഭിത്തി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പിന്നെ യൂട്രിൻ വാളും അതുപോലെ ആംനിയോ ക്രോണിയോ മെംബ്രെയിൻ. ഇത് 3ഉം ചേർന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഒരു കുഞ്ഞിനെ ഖറാറും മക്കീൻ, ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് ആ ബീജം എത്തി എന്ന് പറഞ്ഞ ആ സുരക്ഷിതമായ സ്ഥാനത്തെക്കുറിച്ചാണ് ഇവിടെ ഈ 3 വെയിൽ ഓഫ് ഡാർക്ക്നെസ് അല്ലെങ്കിൽ 3 മറകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പരാമർശങ്ങൾ, ശാസ്ത്രീയമായ സൂചനകളിലെ നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നോക്കി കാണുകയാണ് ചെയ്തത്. ഞാൻ വീണ്ടും ആ ആയത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇത് ഖുർആൻ സത്യമാണ് എന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായില്ലേ. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അങ്ങനെയുള്ള ആൾ പറയുന്ന വാചകങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത്രയും അധികം അള്ളാഹുവിനോട് കൂടുതൽ ഭയഭക്തി, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണെന്ന് ഈ ശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾ ചെയ്യേണ്ടത്. നമുക്ക് ചുറ്റുമുള്ള ഈ പ്രതിഭാസങ്ങളൊക്കെ കണ്ട് വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ പരാമർശങ്ങളൊക്കെ കണ്ടാലും വീണ്ടും നമ്മൾ പഴയ പോലെയാണെങ്കിൽ ഇതൊരിക്കലും നമ്മളെ ചേഞ്ച് ചെയ്തിട്ടില്ല എന്നും നമ്മളൊരിക്കലും ബുദ്ധി കൊടുത്ത് ആലോചിച്ചിട്ടില്ല എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു മസലുഹും, അങ്ങനെ
ഇതൊരിക്കലും ഉപകരിക്കാത്ത ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മസലും കമസലില്ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മ അദാഅത് മാ ഹൗലഹു ദഹബ അല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ദുലുമാതിൻ ലാ യബ്സുറൂൻ സുമ്മുൻ ബുകുമുൻ ഉംയുൻ ഫഹും ലാ യർജിഊൻ. അവരെ ഉപമിക്കാവുന്നത് ഒരാളോടാണ്. ആരാണ്? അയാൾ തീ കത്തിച്ചു. എന്നിട്ടോ പരിസരമാകെ പ്രകാശിതമായപ്പോൾ അള്ളാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളഞ്ഞു. അങ്ങനെ ഒന്നും കാണാനാവാതെ ഇരുട്ടിൽ അവരെ വിടുകയും ചെയ്തു. ബധിരരും ഊമകളും അന്ധന്മാരുമാകുന്നവർ, അതിനാൽ അവർ തിരിച്ചു വരികയില്ല സത്യത്തിലേക്ക്. ഇതൊക്കെ കണ്ട് ചുറ്റുപാടൊക്കെ ഉണ്ടായിട്ട് ആലോചിക്കാനൊക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തിരിച്ചു വരാത്ത ഒരാളുടെ ഉപമ ഇങ്ങനെയാണ്. അവസാനം വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു. പക്ഷെ അവിടെ ഒരിക്കലും ഒരു കോൺട്രഡിക്ഷൻ നമ്മൾ കാണാൻ സാധ്യമല്ല. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. ഇതൊരു വലിയൊരു പോയിന്റാണ്. ഇത്രയൊക്കെ വിശുദ്ധ ഖുർആൻ പല ശാസ്ത്ര ശാഖകളെക്കുറിച്ച് പരാമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു ചെറിയൊരു കോൺട്രഡിക്ഷൻ, ഒരു വൈരുദ്ധ്യം അതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഇത് തെളിയിക്കുന്നത് എന്താണ്? ഇത് നിങ്ങൾ ഖുർആനെക്കുറിച്ച് ചിന്തിക്കാനാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഇറങ്ങിയതാണ് എന്നുള്ളതിനുള്ള തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കുകയും ഈ ശാസ്ത്രീയ സൂചനകൾ അത് കൂടുതൽ മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്ന് മനസ്സിലാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം.